ഇന്നത്തെ വിഷയം നമുക്കെല്ലാവർക്കും ആഖിറത്തിലാണ് വിജയിക്കേണ്ടത്. ഇവിടുന്ന് നമ്മൾക്ക് കുറേ വിജയവും മുന്നേറ്റവും ആദരവും മൊമെൻറ്റോയും കമൻറ്റ് ബോക്സിൽ പോസിറ്റീവ് സ്ട്രോക്കും കിട്ടിയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് കുറേ സെലിബ്രിറ്റീസുകളായ ആൾക്കാരായി മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. വെസ്റ്റേൺ സൈക്കോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ക്ലാസ് തുടങ്ങുമ്പം തന്നെ ഫീഡ്ബാക്ക് എഴുതിപ്പിക്കുക, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുക, ഇതാണ് ഇപ്പോഴത്തെ പരിപാടി തന്നെ. ഈ കാലത്ത് നമുക്ക് വിജയിക്കേണ്ടത് ഇവിടെ അല്ല. ഇവിടെ വിജയിച്ചാലും ഇല്ലെങ്കിലും ആ വിജയമൊന്നും ശാശ്വതമല്ല. നമുക്ക് വിജയിക്കേണ്ടത് ആഖിറത്തിലാണ്. ആ വിജയം ഉറപ്പായിട്ടും വേണം. വിശുദ്ധ ഖുർആൻ അത്തരത്തിലാണ് പ്രയോഗിക്കുന്നതും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആ അൽ മുഅ്മിനാവാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്. ഇവിടെ കോടീശ്വരനായ ഒരാൾ അയാളുടെ ഏറ്റവും മുന്തിയ കാറിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ വിജയിച്ചു. അയാളുടെ ഉള്ളിൻ്റെ ഓരോന്ന് പരിശോധിക്കുമ്പോൾ അയാൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. മകൾക്ക് സുഖമില്ല, മകളുടെ ഭർത്താവ് തെറ്റിപ്പോയിട്ട് ദാമ്പത്യം തകർന്നു, ഇയാളുടെ തന്നെ എന്തോ പ്രശ്നം ദാമ്പത്യത്തിലുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഒരു കള്ളക്കേസിൽ കുടുങ്ങി. ഇനി ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ചോ, എന്നാൽ തന്നെ ഇയാളുടെ ഈ സുഖം എത്ര കാലം ഉണ്ടാവുക? എത്ര കാലം ഉണ്ടാവും? ഈ സുഖങ്ങളെല്ലാം തീർന്നു പോകില്ലേ? ഒരു ദിവസം തീർന്നു പോകും. ഇപ്പം എല്ലാവരും ബേക്കിൽ നടക്കുന്നത് പോസിറ്റീവ് സ്ട്രോക്കുകളുടെ, ട്രിക്കുകളുടെ, മനഃശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ്റെ ക്ലാസ്സുകൾക്കാണ്. ഈ ക്ലാസ് എടുക്കുന്ന ആളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കി. അല്ല, ഇത് കേട്ടിട്ടായിരിക്കാം ഭയങ്കര സന്തോഷവും ജീവിതമൊക്കെ ശാശ്വതമായി കിട്ടിയിട്ടുള്ളത്. ഓൾ ഹ്യൂമൻസ് ആർ സബ്ജക്റ്റഡ് ടു ഡിക്കേ കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാം തീർന്നു പോകാനുള്ളതാണ്. ഇവിടെ എല്ലാം ഇവിടുന്ന് തീർന്നു പോകും. ഏത് സ്വപ്നമാണ് ഒരാൾക്ക് പൂർത്തിയാക്കാൻ പറ്റുക? എത്ര വലിയ സ്വപ്നങ്ങളും ഇവിടുന്ന് തകർന്നു പോകും. എന്തെല്ലാം സ്വപ്നങ്ങളുമായി കരിപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വന്നവരുണ്ടായിരുന്നു. മംഗലാപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഫ്യൂ സെക്കൻഡ്സ് കത്തിപ്പോയില്ലേ ഫ്ലൈറ്റ്? എത്ര സ്വപ്നങ്ങളാണ് അതിൽ കത്തിത്തീർന്നു പോയത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അൽയൗമ അമലുൻ ഗദൻ ജസാഉൻ. ഇത് പ്രതിഫലത്തിൻ്റെ ലോകമല്ല. ഈ ലോകത്തൊരിക്കലും ആർക്കും വിജയിക്കാൻ പറ്റൂല. ഇനി വിജയിച്ചാൽ തന്നെ അത് ശാശ്വതവും അല്ല. കോടീശ്വരനായ ഒരു പ്രമാണി അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വിചാരിച്ചു ആൾ ഭയങ്കര സംഭവമാണ്. റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ലോറി ഇടിച്ചിട്ട് അയാൾ ആക്സിഡൻറ്റിൽ മരണപ്പെടുകയോ ജീവച്ഛവമായി 10-35 കൊല്ലം കിടക്കുകയോ ചെയ്താൽ അയാൾക്ക് വിജയമുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളുടെ മകൾ ബുദ്ധിമാന്യം സംഭവിച്ച് കിടപ്പില്ല, എത്ര അയാൾ ചിരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ തീക്കനലായിരിക്കും. ഇതാണ് ദുനിയാവിൻ്റെ സ്വാഭാവികത എന്ന് പറയുന്നത്. ഇത്രയേ ഉണ്ടാവുള്ളൂ. ദുനിയാവ് ഒരാൾക്കും സുഖം ശാശ്വതമായി കിട്ടുന്ന ലോകമല്ല. നമ്മൾ ചിലപ്പം പറയും ഇന്ന ആളുടെ മക്കളെല്ലാം അടിപൊളിയാണ്, ദീനുണ്ട് ദുനിയാവുണ്ട്, എന്നാലും ഉണ്ടാവും ആ ഹാജിയായിരിക്കും എന്തെങ്കിലും ഒരു വിഷമം, എന്നാലും ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രയാസം ജീവിതത്തിൽ. അപ്പോൾ വിജയം എന്ന് പറയുന്നത് ഇവിടെ അല്ല ആഗ്രഹിക്കേണ്ടതും കിട്ടേണ്ടതും. മറിച്ച് വിജയം എവിടെയാണ് കിട്ടേണ്ടത്? ആഖിറത്തിലാണ് വിജയിക്കേണ്ടത്. ഈ ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനം എന്നതാണ് ഇന്നത്തെ വിഷയാവതരണം കൊണ്ട് താല്പര്യപ്പെടുന്നത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും റബ്ബിൻ്റെ ഫളില് കൊണ്ട് വിജയികളിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹുവിൻ്റെ
കിതാബുൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഒരാൾ വിജയിച്ചതിന് ധാരാളം അടയാളങ്ങളുണ്ട്. അതിലെ സെലക്റ്റഡായ 6 അടയാളങ്ങളാണ് ഇവിടെ പറയുന്നത്. ആ അടയാളങ്ങൾ ഒരാളിൽ മേളിച്ചാൽ അയാൾ വിജയിച്ചു എന്നാണ് അർത്ഥം. അയാൾ വിജയിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അടയാളങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പള്ളിയുമായി ഹൃദയബന്ധമുള്ള ഒരാളെ ഈമാനുണ്ട് എന്ന് വിശേഷിപ്പിക്കാം. അതൊരടയാളാണ്. ചില അടയാളങ്ങൾ ചിലരുടെ ജീവിതത്തിൽ കണ്ടാൽ മനസ്സിലാക്കാം ഹി ഹാസ് സക്സീഡ്, ഇയാൾ വിജയിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ എത്ര ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ഇമാമിങ്ങൾ എത്ര എഴുതി വച്ചിട്ടുണ്ട്. അതിലെ സെലക്റ്റഡായ നമ്മളിൽ ഉണ്ടാവേണ്ട 6 അടയാളങ്ങളെയാണ് ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയണത്. ഈ അടയാളങ്ങൾ മേളിച്ചുകൊണ്ട് വിജയികളിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഈ ലോകമെന്ന് പറയുന്നത് സുഖിക്കാനുള്ള ലോകമല്ല, അടിച്ചു പൊളിക്കാനുള്ള ലോകമല്ല, തിമിർത്താടാനുള്ള ലോകമല്ല. അൽ യൗമ അമലുൻ, ഇത് അധ്വാനത്തിൻ്റെ ലോകമാണ്. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പ്രതിഫലത്തിൻ്റെ ലോകം വരാനിരിക്കുന്നു. ഒരാൾ ഇവിടുന്ന് വ്യഭിചരിച്ചു, അതിൻ്റെ സീക്വൻസായിട്ട് എയ്ഡ്സ് വന്നു, ലഹരി ഉപയോഗിച്ചു, അയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുവന്നു. ആയോ? ശിക്ഷയായോ? ഇല്ല 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 ഇല്ല. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ശിക്ഷ വേറെ വരുന്നുണ്ട്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, ഇവിടുന്ന് ഫസ്റ്റ് ഡോസ് ഇടും, ദെൻ കോവാശിനൊക്കെ ദൂനൽ അദാബിൽ അക്ബർ, വേറെ വരുന്നുണ്ട് സെക്കൻഡ് ഡോസ്. അത് ആഖിറത്തിൽ. ഉമ്മനെ ഉപ്പയെ ബുദ്ധിമുട്ടിച്ചാൽ ഇവിടുന്ന് തന്നെ അള്ളാഹു ശിക്ഷ തരും. തീർന്നു? ഇല്ല. അത് എല്ലാ തെറ്റും ചിലപ്പോൾ അള്ളാഹു ആഖിറത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യും. ഉമ്മനെ ഉപ്പയെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചാൽ, പ്രയാസപ്പെടുത്തിയാൽ, മനസ്സിനെ വിഷമിപ്പിച്ചാൽ അത് അള്ളാഹു സഹിക്കൂല, പ്രീപോണ്ടാ, ഇവിടുന്ന് തന്നെ കിട്ടും. അത് ഇവിടുന്ന് തന്നെ കിട്ടും. അത് ശിക്ഷ ആയി എന്നല്ല അതിൻ്റെ അർത്ഥം, അത് സാമ്പിൾ മാത്രമേ ആയിട്ടുള്ളൂ. പ്രതിഫലം എന്ന് പറയുന്നത് പരലോകത്താണ്, അന്ത്യനാളിലാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് പ്രതിഫലം അനുഭവിക്കാൻ പറ്റുക. ഈ ലോകം എന്ന് പറയുന്നത് കഷ്ടപ്പെടാനുള്ള ലോകമാണ്. ഞാനിങ്ങനെ ഒരാമുഖം നീട്ടിപ്പറയാറില്ല പൊതുവെ. എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, വരാനിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടണം. പുതിയ കാലം ലിബറൽ കാലമാണ്. ടിക്ടോക്കുകളുടെയും പുതിയ പുതിയ സംവിധാനങ്ങളുടെയും കാലം. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളെല്ലാം ഇതിൽ അഡിക്റ്റഡായി അടിച്ചു പൊളിച്ച് തിമിർത്താടാം എന്ന് വിചാരിക്കുന്നു എന്നുള്ളത് വലിയ അബദ്ധമാണ്. പണ്ടൊക്കെ യാത്രയിൽ, ട്രെയിനിലോ ബസ്സിലോ വേറെ എവിടെങ്കിലുമൊക്കെ യാത്രയിൽ പ്രായമുള്ള ആളുണ്ടെങ്കിൽ അത് തൻ്റെ മതത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അല്ലെങ്കിലും കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്കൊക്കെ നല്ല അച്ചടക്കമുണ്ടായിരുന്നു. ഇത് ഏത് തെറ്റും ആരുടെ മുമ്പിൽ നിന്ന് ചെയ്യാനും എത്ര ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാനും പുതിയ കാലത്തെ കുട്ടികൾക്ക് ഒരു ഭയമില്ല, പേടിയില്ല, ഒന്നുമില്ല. കാരണം അവർ കാണുന്നത് കുറേ കൊമേഡിയന്മാരുടെ, കുറേ ടിക്ടോക്കുകളുടെ ലോകത്താണ് അവരുള്ളത്. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അതാണ്. മക്കളെ, ഇത് അടിച്ചു പൊളിക്കാനുള്ള ലോകമല്ല. ഹുഫത്തിൽ ജന്നത്തുബിൽ മക്കാരിഹ്, വിഷമം സഹിച്ചാൽ കിട്ടുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഒരാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ലിബറൽ ആശയക്കാർ പറയണത് ക്യാമ്പസിൻ്റെ 3 കൊല്ലം അടിച്ചു പൊളിക്കൂ, ഹോളിയല്ലേ, ഫെസ്റ്റിവലല്ലേ, സെൻഡ് ഓഫ് അല്ലേ, കല്യാണ പരിപാടിയല്ലേ. അത് ഹാജിയാമാരുടെ ആശയത്തിലേക്ക് കൂടി കടന്നു വരുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഉസ്താദുമാർ ചോദിക്കും, ഹാജിയാരങ്ങളെ മോളെ കല്യാണത്തിന് എന്തോ ഉസ്താദ് 2 ദിവസമല്ലേ, കല്യാണമല്ലേ, കുടുംബമല്ലേ. ഇതാണ് ലിബറൽ ആശയത്തിൻ്റെ ഒന്നാമത്തെ അടയാളം.
മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുർളി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമാണ് പണ്ട് ഗൗരവത്തിൽ കണ്ട കാര്യത്തെ ഇപ്പം ലിബറലായി കാണൽ. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ സംസാരിക്കലും അല്ലെങ്കിൽ ഔറാദുകളിൽ നിന്ന് മാറി നിൽക്കലും ഖുർആൻ ഓത്തൊക്കെ നിർത്തിവെച്ച് കിച്ചണിലേക്കൊക്കെ ഇറങ്ങൽ ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ വലിയ മഹാപാപം പോലെയായിരുന്നു. ഇന്ന് കുട്ടികൾ കിച്ചണിലല്ല, സെൻട്രൽ ഹാളിൽ തന്നെ ഇല്ല, അൽഫാമിൻ്റെയും 65-ൻ്റെയും അടുത്താണ് ഉള്ളത്. ഉമ്മാക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരാൾ ഇന്നാലിന്ന മോൻ അവിടെ ഉണ്ടോ, നമ്മുടെ ഒരു മീറ്റിംഗ് 8:30 കണ്ടക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പറയൽ ഓൺ ടർഫിൽ പോയി, ഉമ്മാക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. കുട്ടികളല്ല ഇപ്പം ലിബറലാവണത്, രക്ഷിതാക്കൾ കൂടിയാണ്. എവിടെ പോയാലും കുഴപ്പമില്ല, അത് വലിയ പ്രശ്നമാണ്. ഗൗരവത്തിൽ കാണേണ്ടത് ഗൗരവത്തിൽ തന്നെ കാണണം. കല്യാണ പരിപാടിയിലേക്ക് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ വെള്ളിയുടെ സുർമ്മക്കുപ്പി കണ്ടു. മഹാനവറുകൾ ചിന്തിച്ചു, സുർമ്മക്കുപ്പി ഇപ്പം വെള്ളി കൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഇസ്രാഫാണല്ലോ അല്ലേ, അമിതമാണല്ലോ, ഇറങ്ങിപ്പോന്നു. ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു പോയി. നമുക്ക് എന്തായാലും കുഴപ്പമില്ല, കഴിഞ്ഞ ആഴ്ച പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഉണ്ടെങ്കിലും നാളെ കല്യാണമാണെങ്കിൽ ഭർത്താവിനോട് ഭാര്യ ഒരു ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കും. കഴിഞ്ഞ ആഴ്ചയല്ലേ ഇട്ടത് എന്ന് ചോദിച്ചാൽ അതെല്ലാവരും കണ്ടില്ലേ, എന്നാൽ പിന്നെ ചാക്കിൽ പൊതിൻ്റെ കൊണ്ടുപോയിക്കോളി, ഡ്രസ്സ് ആരും കാണൂലല്ലോ. എത്ര വാങ്ങിക്കൊടുക്കണേലും കുഴപ്പമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റുക്കൂയിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ അരയുടുപ്പ് മാത്രമായതുകൊണ്ട് ഔറത്ത് കാണുമോ എന്ന് പേടിച്ചിട്ട് ഇടത്തേ കൈ കൊണ്ട് താഴെയുള്ള ഭാഗം വസ്ത്രം ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചിട്ട് ആ സുജൂദിലേക്ക് പോവുക, ഔറത്ത് കാണുമോ എന്ന് പേടിച്ചിട്ട്. ഒറ്റ അരയുടുപ്പേ മഹാനുള്ളൂ. അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു പലപ്പോഴും ദർസ് നടത്തുന്ന വീട്ടിൽ നിന്നായിരിക്കും. വീട്ടിലേക്ക് ശിഷ്യന്മാർ വന്നാൽ മഹാന്റെ നെഞ്ചു മുതൽ മേലേക്കേ കാണുള്ളൂ. ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ കുത്തിയിരിക്കും. എന്തേ കാരണം? ഔറത്ത് മറക്കാൻ മതിയായ ഡ്രസ്സുകളില്ല എന്നുള്ളതാണ് കാരണം. അവർ സ്വർഗം കൊണ്ടുപോയി. വസ്സാബിഖൂന സാബിഖൂൻ. ആ മഹാന്മാർ എങ്ങനെയാണോ നമുക്ക് ജീവിതം പഠിപ്പിച്ചെന്നത് അതിലേക്ക് തന്നെ നമ്മൾ വരാനാണ് ഇത്തരം ആത്മീയ സദസ്സുകൾ. അല്ലാതെ ആത്മീയ സദസ്സുകളും വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സദസ്സുകൾക്കും ലക്ഷ്യം നമ്മൾ കാണണം. ഞാൻ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. ഇവിടെ വന്നത് എന്തിനാ? കരയാനാണോ? ചിരിക്കാനാണോ? ചിന്തിക്കാനാണോ? ഇവിടെ വന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തഖ്വയുടെ ഈമാനിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമുക്ക് വർദ്ധിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ പരിപാടി വെറുതെ ആയിപ്പോവും, ചെലവഴിച്ചത് നഷ്ടമായിപ്പോവും, ഫലമില്ലാതായിപ്പോവും. ഇപ്പം മജ്ലിസുകളുടെ എണ്ണം എടുക്കുന്ന കാലമാണ്. ഇത്ര മജ്ലിസ്, എത്ര മജ്ലിസായിട്ട് എന്താ വേണ്ടത്? നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് കിട്ടേണ്ടത്. അതിന് കുറച്ച് കഷ്ടപ്പെടണം. പുതിയ കാലത്തെ കുട്ടികൾക്ക് പരാജയം പറ്റൂല, തോൽവി പറ്റൂല, കഷ്ടപ്പാട് പറ്റൂല. മക്കളെ കുറച്ച് കഷ്ടപ്പെടണം നമ്മൾ. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. കഷ്ടപ്പാടുകൾ തന്നെയാണ് സ്വർഗം കിട്ടാനുള്ള വഴി. തണുപ്പുള്ള രാത്രി വുളു എടുക്കൽ അതൊരു കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണ്ട എന്ന് പറയുന്ന ഏത് ലിബറൽ ആശയക്കാരനും എന്നെ ആരും കൺട്രോൾ ചെയ്യേണ്ട, ഉമ്മ ആരാ എന്നോട് ചോദിക്കാൻ, ഞാൻ എത്ര മണിക്ക് വേണമെങ്കിലും വീട്ടിലേക്ക് കയറി വരും എന്ന് പറയുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും അവനെ കൺട്രോൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. നാളെ എക്സാം ആണെങ്കിൽ അലാറം വെക്കൂലേ 3:30? എന്തിനാ കൺട്രോൾ ചെയ്യുന്നു? ഉറക്കുന്ന സുഖത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി വിജയിക്കണമെങ്കിൽ കൺട്രോൾ വേണം. എന്നിട്ട് ഈ അലാറം കൊണ്ട് നമ്മൾ എണീച്ചിട്ടില്ലെങ്കിൽ നാളെ ചെവിയിൽ തുളഞ്ഞ് കയറുന്ന അലാറം വെക്കും. എന്തിനാ മോനെ? സ്മൂത്തായിട്ട് നീ ഓഡിയോ റിഡ്സോ സ്വിഫ്റ്റോ എടുത്തിട്ട് സ്പീഡിൽ പോകുമ്പോൾ മുന്നിലൂടെ ഒരു പ്രായമുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിൽ നിനക്ക് ഇഷ്ടമാണോ? അല്ല. പിന്നെ എന്തിനാ കൺട്രോൾ ചെയ്യണത്?
അയാളുടെയോ നമ്മുടെയോ ജീവൻ രക്ഷപ്പെടണമെങ്കിൽ കൺട്രോൾ വേണം. നാളത്തെ എക്സാം പാസ്സാണെങ്കിൽ കൺട്രോൾ വേണം. അപ്പോൾ നരകത്തുനിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്തി പാസ്സാവാനും ഒരു കൺട്രോൾ നിർബന്ധമാണെന്ന് പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്നൊരു കവിത വായിച്ചു ഓർക്കുന്നുണ്ട്. വിജയം എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതാണ്. കഷ്ടപ്പെടണം നമ്മൾ. അതിന് നമുക്ക് വിജയിക്കാൻ ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹു പറഞ്ഞതിലേക്ക് കടക്കാം. ഒന്ന്, ഒരാൾ വിജയിക്കുന്നുണ്ട്, വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൈസീറു ത്വാഅത്തി അലൈഹി. ആൾക്ക് ഇബാദത്ത് ഭയങ്കര എളുപ്പമായിരിക്കും. നല്ല കാര്യമാണോ അയാൾ മുമ്പിലുണ്ടാവും. കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. അമ്പിയാക്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എല്ലാ നല്ല കാര്യത്തിലും അവർ മുമ്പന്തിയിലുണ്ടാകും. ഇപ്പോൾ സ്വതക്ക ചോദിക്കുമ്പോൾ അവർ ഒന്നാമത് പറയും. അത് മഹ്ലറത്തുൽ ബദരിയൊക്കെ ആണെങ്കിലും ദിക്ർ ദുആഇൻ്റെ മജ്ലിസിലാണെങ്കിലും പള്ളി നിർമ്മാണത്തിന് വേണ്ടിയാണെങ്കിലും സംഘാടനത്തിന് വേണ്ടിയാണെങ്കിലും എന്തിലും അവർ കൈപൊക്കുന്നതാണ്. അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഒരാൾക്ക് എളുപ്പം കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാളെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. മാ ദവാഉ മൻ യതസാക്കലു അനിൽ ഖൈറാത്തി വയമീലു ഇല ശഹവാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വാഹിലി വബുഅ്ലിഹി ലിശ്ശർരി വാഹിലി എന്നൊരു ചോദ്യമുണ്ട് അന്നഫായിസുൽ അലവിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട്. ചോദ്യത്തിൻ്റെ അർത്ഥം, യൂട്യൂബ് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, അൽക്കഫ് നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഉറക്ക്, എന്താണ് കാരണം? നമുക്ക് നല്ല മഹാന്മാരോടൊക്കെ ഇഷ്ടമെല്ലാം തന്നെയാണ്, ആണ്ടെല്ലാം കഴിക്കാറുണ്ട്, ചോറ് നമുക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ്, പക്ഷേ എന്താണെന്നറിയില്ല. അതിൻ്റെ അർത്ഥം പുതിയ കാലത്ത് അങ്ങനെ വെക്കാം എന്ന് തോന്നുന്നു. ഒന്നുകൂടി അറബി പറയാം, പറഞ്ഞതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് സദസ്സിന് ചെക്ക് ചെയ്യുക. മാ ദവാഉ മൻ യതസാക്കലു അനിൽ ഖൈറാത്തി വയമീലു ഇല ശഹവാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വഅഹ്ലി വബുഅ്ലിഹി ലിശ്ശർരി വഅഹ്ലി. മറുപടി, മഹാൻ്റെ മറുപടി, നാഫിയായ ഇൽമില്ലാത്തത് കൊണ്ടാണ്, നാഫിയായ ഇൽമില്ലാത്തത് കൊണ്ടാണ് ഇബാദത്തിന് ടേസ്റ്റ് കിട്ടാത്തത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ വർദ്ധിപ്പിച്ചു തരട്ടെ. ഇബാദത്തിന് നല്ല ഉന്മേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു വലിയ ഫഖീഹല്ലേ, വലിയല്ലേ, അൽ ആലിം അൽ അല്ലാമ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റിയ വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനല്ലേ. ഷാഫി ഫിഖിന് എത്രമാത്രം ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഗുരുവര്യരുടെ ഗുരുവര്യരുടെ ഗുരുവര്യരല്ലേ മഹാനവറുകൾ. ആ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു വലിയ പ്രായമായിട്ടും 100 വയസ്സിനോടടുത്തായിട്ടും സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ. മഹാനവറുകൾ ചിലപ്പം വീഴുമോ എന്ന് വേക്കിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് തോന്നും. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരു തവണ ചോദിച്ചു, ഉസ്താദേ ഖദ് റഖസല്ലാഹു ലക്ക്, ഇരുന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാലോ, വേണമെങ്കിൽ അള്ള വിടുതി തന്നിട്ടുണ്ടല്ലോ, ഉസ്താദിനെ കാണുമ്പോൾ വീഴുമോ എന്ന് പേടിയുണ്ട്. ഈ ചരിത്രം കണ്ടതിന് ശേഷം ഞാൻ ഒരു വട്ടം പോലും ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ആ സമയത്ത് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ശിഷ്യനോട് എന്താ പറഞ്ഞത്? മോനെ, വേണമെങ്കിൽ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കാം, ശരി മോൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഞാൻ ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മരണപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു സംഭവത്ത് മരണപ്പെടുമല്ലോ, അപ്പോൾ അതിൻ്റെ മുമ്പുള്ള കുറച്ച് ദിവസത്തെ സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ടാണ് നിസ്കരിച്ചെങ്കിൽ നാളെ ആഖിറത്തിൽ എൻ്റെ കയ്യിൽ കിതാബ് തരുമ്പോൾ ലാസ്റ്റത്തെ പേജുകളിൽ എന്താ എന്നെക്കുറിച്ച് ഉണ്ടായാൽ, സ്വല്ലാ സക്കരിയ ഖായിദൻ, ഇരുന്നു കൊണ്ട് സക്കരിയ സുന്നത്ത് നിസ്കരിച്ചു എന്നല്ലേ ഉണ്ടാവുക.
അയ്യേ, അത് വായിക്കുമ്പം തന്നെ ഒരു നാണക്കേടല്ലേ. ഇരുന്നിട്ട് നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരലസതയുടെ, ഒരു മടിയുടെ, ഒരു ആലസ്യത്തിൻ്റെ അടയാളല്ലേ മോനെ. വേണ്ടടാ, ഞാൻ നിന്നിട്ട് തന്നെ നിസ്കരിച്ചോളാം മോനെ എന്ന് പറഞ്ഞ മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. അവർക്ക് ഇബാദത്തിനോട് വല്ലാത്ത ഉന്മേഷം. അതുകൊണ്ട് അള്ളാഹു കൊടുത്തു, എല്ലാ സമ്മാനങ്ങളും അള്ളാഹു അവർക്ക് കൊടുത്തു. അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്, ഒരാൾ വിജയിച്ചതിൻ്റെ അടയാളമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ജീവനാണ്. ചില മഹാന്മാരോടൊക്കെ ശിഷ്യന്മാരും ഉമ്മമാരൊക്കെ പറയും, എന്തിനാ മോനെ നീ ഇങ്ങനെ ഇബാദത്ത് ചെയ്യണത്, കുറച്ചൊന്ന് കുറച്ചുകൂടെ. ഒരു മഹാൻ അള്ളാഹിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഖുർആനിൽ വലിയ സൂറത്ത് ഇറക്കിക്കൂടെ റബ്ബേ, ആകപ്പാടെ ഉള്ളത് അൽ-ബഖറ, അൽ ഇമ്രാൻ, അത് 4-5 മണിക്കൂർ കൊണ്ട് ഓതിത്തീരും, വലുത് ഇറക്കിക്കൂടായിരുന്നോ. അവരെ മുമ്പിൽ നമ്മൾ എന്തും കൊണ്ട് ആഖിറത്തിലേക്ക് പോവുക? നമ്മുടെ കയ്യിൽ എന്ത് ഇബാദത്താ ഉള്ളത്? അല്ല ബുഖാരി, ഈ എന്താ എനിക്ക് വേണ്ടി ചെയ്തത് എന്നെങ്ങാനും എന്നോട് അള്ളാഹു ചോദിച്ചാൽ, ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ മറുപടി, ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് ആഖിറത്തിൽ പോയിട്ട് പറയും, 10,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് 400-ലധികം ഉസ്താദുമാരെ കണ്ടെത്തി 6 ലക്ഷം ഹദീസ് ശേഖരിച്ച് അതിൽ നിന്ന് 7,000-ൽ പരം ഹദീസ് കടഞ്ഞെടുത്ത് നിലാവെളിച്ചത്തിൽ 16 കൊല്ലം കൊണ്ട് ഓരോ ഹദീസ് എഴുതുമ്പോഴും 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് പെർമിഷൻ ചോദിച്ച് അതിനു മുമ്പ് കുളിയും വുളുവും ഒക്കെ പൂർത്തിയാക്കിയിട്ട് 16 വർഷം കൊണ്ട് എഴുതിയിട്ട് ബുഖാരി എന്ന ഗ്രന്ഥം ഉണ്ടാക്കിയ അള്ളാഹ് ഇത് കൊടുത്തിട്ട് അള്ളാഹിനോട് പറയും, ഇതാ ഞാൻ ഉണ്ടാക്കിയത്. നമുക്കെന്താ പറയാനുള്ളത്? നമുക്കെന്ത് പറയാനുണ്ട്? ഇബാദത്തിന് ഒരാൾക്ക് ഉന്മേഷം കിട്ടുന്നുണ്ടോ, അയാൾ വിജയിക്കും. അതല്ലേ ഡെയിലി ഒരു ഖത്മ് ഓതി തീർക്കുന്ന സയ്യിദുനാ സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. അന്നഹു കസ്മിഹി, പേരുപോലെ സാബിത്തുൻ ഫിദ്ദീൻ, വല്ലാത്ത സൂഫി വര്യൻ. ഡെയിലി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഏത് ഹദീസിൻ്റെ ഗ്രന്ഥത്തിലാണ് ആ മഹാൻ സനദിൽ വരാത്തത്? ആ മഹാൻ അവർകൾ വഫാത്തായി ഖബറടക്കുന്ന ഘട്ടത്തിൽ ഖബറിൻ്റെ മേലെ ഇങ്ങനെ കല്ലുകൾ വെച്ച് അതിൻ്റെ മീതെയാണല്ലോ മണ്ണിടുക. കല്ല് വെക്കുമ്പോൾ ഒരു കല്ല് താഴേക്ക് വീണുപോയി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹു സുദൂറിൽ ഈ ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ധാരാളമായി പറഞ്ഞ ഒരു കിതാബാണ് കശ്ഫുന്നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ എന്ന അബ്ദുൽ ഗനിയുൻ നാബുൽസി റഹിമഹുല്ലയുടെ കിതാബ്. അതിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് കത്തിക്കലും പ്രകാശം ഉണ്ടാക്കലൊക്കെ റൂഹുൽ ബയാൻ ആ കിതാബിൽ നിന്നാണ് എടുത്ത് ഉദ്ധരിക്കുന്നത്. ഏതായാലും ആവട്ടെ, ഒരു കല്ല് താഴേക്ക് വീണുപോയപ്പോൾ ഖബർ കുഴിക്കുന്നയാൾ കല്ലെടുക്കാൻ വേണ്ടി ബാക്കി കല്ലൊക്കെ മാറ്റി താഴേക്ക് ഇറങ്ങി. അപ്പോൾ കണ്ട അത്ഭുതം, ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, ആ മഹാൻ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയാകുന്നവരെ ഒന്ന് കാത്തുന്നൂടെ? മണ്ണിടാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്ക് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം തുടങ്ങി. ഇത് കണ്ടിട്ട് ഈ മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം. വേഗം ഖബറടക്കം പൂർത്തിയാക്കി ഉടനെ വീട്ടിലേക്ക് ചെന്നു. ഇതുവരെയാണ് സുയൂത്തി ഇമാമിൻ്റെ കിതാബിലുള്ളത്. ബാക്കി അൽ ഫവായിദുൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. മകളോട് ചോദിച്ചു, എന്താ മോളെ വാപ്പാൻ്റെ ഹാല്? വാപ്പ ഡെയിലി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വാപ്പ തഹജ്ജുദിൻ്റെ സമയമായാൽ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ് ഈ പാവപ്പെട്ട സാബിത്തിന് ഒരാഗ്രഹമുണ്ട് നിന്നോട് പറയാൻ. അതെന്താണെന്നറിയോ? ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ ഡെയിലി ഫർലിൻ്റെ പുറമെ 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടും എനിക്ക് നിന്നോട് വർത്തമാനം പറഞ്ഞിട്ടും നിസ്കരിച്ചിട്ടും പൂതി തീർന്നിട്ടില്ല, ഇനിയും എനിക്ക് നിസ്കരിക്കണം. എപ്പോ? സ്വർഗത്തിലെത്തിയാലല്ല, ഖബർ തന്നെ കിട്ടണം. അതെനിക്ക് തരണേ റബ്ബേ പ്ലീസ് എന്ന റിക്വസ്റ്റ് കൊടുത്തു അള്ളാഹു. ഖബറിലേക്ക് വെക്കുമ്പോഴേക്ക്
ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബ്രിഹി. ദുനിയാവിലെ സുന്നത്ത് നിസ്കാരങ്ങളെ പരമാവധി യൂസ് ചെയ്തിട്ടാണ് അവരത് ചോദിക്കുന്നത്. നമുക്കെത്ര സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, എത്ര ഇബാദത്തുകളുണ്ട്, എത്ര ഔറാദുകളുണ്ട്. തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനോട് എന്താ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് വൈഫിനെ വീഡിയോ കോൾ ചെയ്യണമായിരുന്നു എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ദൈനി ഉസല്ലി റകഅത്തൈൻ, എൻ്റെ പൊന്നാര റബ്ബിനോട് 2 റകഅത്ത് വർത്താനം പറയണം. അവർക്കൊരു ലദ്ദത്താണ്, അവർക്കൊരു ആനന്ദമാണ്. അവർ അല്ലാഹ് എന്ന് ഉച്ചരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഇങ്ങനെ തിളങ്ങുകയാണ്. നമ്മളൊന്ന് വിളിച്ചു നോക്കൂ, അങ്ങനെ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഖൽബിൽ എന്തെങ്കിലും ഒരു തരി വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് സെൽഫി ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ വരുന്ന പിക്ചർ വരണ്ടുണങ്ങിയ ഭൂമിയായിരിക്കും, കരിമ്പാറകളായിരിക്കും. എന്തോ പ്രശ്നമുണ്ട്, ഉടനെ ചികിത്സിക്കണം, പരിഹരിക്കപ്പെടണം, നന്നാവണം. ഇബാദത്തിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ മുഖ്തരീനിൽ പറയുന്നുണ്ട്, ഇബാദത്തിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ മനസ്സിലാക്കാം അയാളുടെ ഹൃദയത്തിന് രോഗം വന്നിട്ടുണ്ട്. ഒരാളുടെ ഹൃദയം ചത്തുപോയതിൻ്റെ, മരിച്ചുപോയതിൻ്റെ, ശിക്ഷ ഇറങ്ങിയതിൻ്റെ അടയാളാണ് അല്ലാ യജിദ ലിത്വാഅത്തി സമറ. ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, ഇബാദത്തിന് ടേസ്റ്റ് ഇല്ല. അത് വല്ലാത്ത പ്രശ്നമാണ്. ഉണ്ടാക്കിയെടുക്കണം, നമ്മെ നമ്മൾ തോൽപ്പിക്കണം, നമ്മുടെ ശരീരത്തോട് നമ്മൾ സമരം ചെയ്യണം. അതാണ് ഏറ്റവും വലിയ സമരം. നമ്മളായി തഹജ്ജുദിനുണരൽ അതുണ്ടാവില്ല, നമ്മളായി ഒരു സുന്നത്ത് നിസ്കാരം അതുണ്ടാവില്ല. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഞാൻ ഓരോരുത്തരും ചെയ്യേണ്ട ഇബാദത്ത് വേറെ ആരും ചെയ്യൂല. തിരൂരിൽ ട്രെയിൻ ഇറങ്ങിയപ്പോൾ എന്നെ കൂട്ടാൻ ഇവിടുന്ന് ഒരു മോന് വന്നു, കൊണ്ടുവിടാനും ആൾക്കാർ വരും. പക്ഷെ എൻ്റെ ഇന്നത്തെ തബാറക സൂറത്ത് ഓതാൻ ലോകത്ത് ആരുമില്ല, എൻ്റെ ഇന്നത്തെ വിത്ർ നിസ്കരിക്കാൻ ആരുമില്ല. ഉസ്താദേ, എനിക്ക് ഉസ്താദിനെ വലിയ ഇഷ്ടമാണ്, ഞാനൊരു 10 സ്വലാത്ത് ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്ക്. അങ്ങനെ ആരും ഉണ്ടാവില്ല. നമ്മുടെ ഇബാദത്ത് നമ്മൾ തന്നെ ചെയ്യണം എന്ന് ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പലർക്കും ഇബാദത്ത് ചെയ്യാനുള്ള ആവേശം ഇല്ലാത്തത്? എന്താണ് അതിൻ്റെ കാരണം? തങ്ങൾ വരി. എന്താണ് പലർക്കും ഇബാദത്ത് ചെയ്യാനുള്ള ആവേശം കുറയാനുള്ള കാരണം എന്താ? 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഭയങ്കര ആവേശമായിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും ജീവൻ ഉണ്ടായിട്ടാ. 1, അക്ലുൽ ഹലാൽ, കഴിക്കുന്നത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയാൽ ചെയ്യുന്ന ഇബാദത്തിന് ആനന്ദമുണ്ടാകും. ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് വല്ലാത്ത ആവേശവും ഉണ്ടാവും. ലവാഖ് എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലോകത്തെ എല്ലാ സൂഫിയാക്കളും പറഞ്ഞതാണ്, മോനെ ഇബാദത്തിന് വല്ലാത്ത ഉന്മേഷം ഉണ്ടാവണമെങ്കിൽ നീ എന്ത് ചെയ്യണം? കഴിക്കുന്നത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം. കണ്ട ഹോട്ടലുകളിലൊന്നും കയറി ഫുഡ് കഴിക്കരുത്. കൊണ്ടുവന്ന ചിക്കൻ റോളെല്ലാം അടിച്ചു മാറ്റരുത്. അറുക്കപ്പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തണം. മനുഷ്യന്മാർ പലരും ചെയ്യുന്ന തെറ്റുകളുടെ കാരണം കഴിക്കുന്ന ഫുഡ് ഹലാലല്ലാത്തത് കൊണ്ടാണ് ഇമാമികൾ എഴുതി വെക്കുന്നത് കാണാം. പ്യുവർ ഹലാലായിരിക്കണം. 10-50 ചിക്കൻ ഒറ്റ ദിവസം അറക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി, എല്ലാം കൃത്യമായിട്ട് അറക്കുന്നുണ്ടോ എന്ന് ആർക്കാ ഉറപ്പ് പറയാൻ പറ്റുക?
കുറച്ചൊക്കെ സൂക്ഷ്മത പുലർത്തിയാലേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരാൾ നന്നായി ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരിയാണെങ്കിൽ കൗണ്ടറുണ്ട്, ധാരാളം എല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇബ്ലീസ് അവരുടെ മക്കളായ ശൈത്വാന്മാരോട് ചോദിക്കും, മൂപ്പര് ഭയങ്കരമാണല്ലോ അല്ലേ, ഓൺലൈൻ കാലത്തല്ലേ, ഹൈ ലെവലിലെത്തിയല്ലേ, അതെ അതെ ഭയങ്കര ഇബാദത്താണല്ലോ, മൂപ്പര് നമുക്ക് പിടിച്ച് കെട്ടണ്ടേ, അതെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ ഒറ്റൊരു കാര്യം, മൂപ്പരുടെ ഫുഡ് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരികയെന്ന് പറയും. അപ്പോൾ ശൈത്താന്മാർ നോക്കിയിട്ട് പറയും, അത് ശുബഹത്തും ഹറാമൊക്കെ ഉണ്ട്, ഫുഡിൻ്റെ വിഷയത്തിൽ വലിയ സൂക്ഷ്മതയൊന്നുമില്ല, ധാരാളം ഇബാദത്തൊക്കെ ചൊല്ലുന്നുണ്ട്, കൗണ്ടർ തന്നെ പച്ച ചുവപ്പ് നീല അങ്ങനെ കുറേ ഉണ്ട് സംഭവം, പക്ഷേ മത്അമുഹു ഹറാം. അപ്പോൾ ഇബ്ലീസ് എന്താ പറയുന്നത്, വിട്ടേന്ന്, ഇത് വിട്ടേന്ന്, വിട്ടേ ആ ചങ്ങായി നന്നാവില്ല, കാരണം കഴിക്കുന്ന ഫുഡ് ഹലാലാണെന്ന് ഉറപ്പിക്കുന്നില്ല, ഹലാലാണെന്ന് ഉറപ്പിക്കണം, അറുക്കപ്പെട്ടതാണെന്ന് ഉറപ്പിക്കണം. മാ നബത മിനൽ ഹറാം, ഹറാമിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഒരു മാംസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദുആഇന് തന്നെ ഇജാബത്തുണ്ടാവില്ല. നബിയെ ഒരാൾ ദുആർദ എങ്ങനെ ദുആ സ്വീകരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഫുഡ് നല്ല ഫുഡായിരിക്കണം, പ്യുവറായിരിക്കണം, ഹലാല് മാത്രം കഴിക്കണം, കണ്ടതെല്ലാം വെട്ടി വിഴുങ്ങാൻ പാടില്ല, നമ്മൾ കിട്ടിയതെല്ലാം അടിച്ചു തിന്നാൻ പാടില്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനൊക്കെ ഭക്ഷണം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ ശുബഹത്തുണ്ടോ ഇല്ലയോ എന്ന്. ഒരു ഘട്ടം നമ്മൾ സൂക്ഷ്മത പുലർത്തി കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാകുമ്പോഴേക്ക് നമ്മുടെ ജീവിതം തന്നെ സൂക്ഷ്മതയുള്ള ജീവിതമാവും. അതാണ്, നീ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ ഞാൻ നിന്നിലേക്ക് ഒരു മുഴം അടുക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറേ അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം എന്താണെന്നറിയോ? എടാ മോനെ, നീ കുറച്ച് സൂക്ഷ്മത പുലർത്തിയിട്ട് ഒരു 2 ആഴ്ച കാലം ജീവിച്ചാൽ പിന്നത്തെ 2 ആഴ്ച അല്ല, എൻ്റെ ജീവിതം ഞാൻ ഏറ്റെടുത്തടാ. അതങ്ങനെ തന്നെ. ചില മഹാന്മാർ, ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ കിതാബിൽ കാണാം, ഇദാ മദ്ദ യദഹു ഇല ത്വആം, ഭക്ഷണത്തിലേക്ക് മഹാൻ കൈ നീട്ടിയാൽ ആ ഫുഡിൽ, പ്ലേറ്റിൽ, തളികയിൽ എവിടെയെങ്കിലും ശുബഹത്തുണ്ടെങ്കിൽ മഹാന്റെ വിരലിനിങ്ങനെ വിയർപ്പ് വരും. അത്രേ, മഹാന്റെ വിരലിനിങ്ങനെ വിയർപ്പ് വരും ഈ ഫുഡിൽ എവിടെയെങ്കിലും ശുബഹത്തുണ്ടെങ്കിൽ. ചില മഹാന്മാർ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഹലാലല്ലാത്തത് ഫുഡിലുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കുക്കുംബർ, കക്കിരിയോ വെള്ളരിയോ ഒക്കെ ആണെങ്കിൽ, ഹലാലല്ലാത്തതാണെങ്കിൽ അത് റെഡ് ആയിട്ട് ബ്ലഡ് കളറാവും. എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ കൈവച്ചിട്ടൊരു പരിശോധന ഉണ്ട്. അപ്പോൾ കിണുകിണെന്ന് ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്തോ ഉള്ളിലുണ്ട് എന്ന്. അപ്പം ചോദിക്കും, ബെൽറ്റ് അയച്ചിട്ടില്ലടോ, മൊബൈലോ, വാച്ച് അഴിക്കടാണ് എന്ന പോലെ. ഇതാ മദ്ദ യദഹു ഇല ത്വആം, ഫുഡിലേക്ക് മഹാന്മാർ കൈ നീട്ടിയാൽ അവരുടെ കൈ വിരലിന് വിയർപ്പ് വരുന്നു. അത് കുറച്ചു കാലം സൂക്ഷ്മത പുലർത്തിയാൽ മതി ഫുഡിൻ്റെ വിഷയത്തിൽ, ബാക്കി അല്ലാഹ് ഏറ്റെടുക്കും. അക്ലുൽ ഹലാൽ, ഹലാലാണെന്ന് ഉറപ്പ് വരുത്തിയാൽ ഇബാദത്തിന് വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഉസ്താദേ വയലെല്ലാം കേൾക്കുമ്പോൾ നന്നാവണം എന്നുണ്ട്, എന്നിട്ടോ നടക്കുന്നില്ല. 2 ദിവസം ഉണ്ടാവും, അതിൻ്റെ വോൾട്ടേജ് പിന്നെയും കണക്ക് തന്നെ. സ്വലാത്തിൽ എത്ര ചൊല്ലാൻ തുടങ്ങി, ഒരു 5 എണ്ണം ചൊല്ലുമ്പോഴേക്ക് എന്തൊക്കെ ഫോൺ വരും. ഇങ്ങനെ ഇബാദത്ത് മുടങ്ങിക്കൊണ്ടിരിക്കും. ചിലർ പറയുന്നുണ്ടല്ലേ, ഒന്നും ശീലാക്കാൻ കഴിയുന്നില്ല ഉസ്താദെ, മറവിക്ക് എന്തൊക്കെ മരുന്നുണ്ടാന്ന്. അലം നശ്റ ഓതിയാൽ മതി. പിറ്റത്തെ ആഴ്ച അയാൾ എന്നെ കണ്ടാൽ പറയൂ അതും മറന്നുപോയി, എന്നൊരു ബത്തൊക്കെ തലക്കിട്ടാൽ മതി, എന്നാൽ പിന്നെ തീർന്ന് പ്രശ്നം തീരും. എല്ലാം മറന്നു പോവുക. നമ്മൾ ഫുഡ് കഴിക്കാൻ മറക്കല്ലോ, ഡ്രസ്സ് ഇടാൻ മറക്കല്ലോ. എന്ന് പറഞ്ഞാൽ ഹലാലാണ് കഴിക്കുന്ന ഉറപ്പ് വരുത്തിയാൽ മതി. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. 2, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് കിട്ടാൻ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തേണ്ട രണ്ടാമത്തെ വഴി പരമാവധി ജീവിതത്തിൽ തെറ്റ് ചെയ്യാതിരിക്കണം. അതാ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഗീബത്ത് പറയാതിരിക്കുക എന്ന് പറയുന്നത്
പറയാനുള്ള എല്ലാ ചാൻസും കിട്ടി. പറയാതിരിക്കുക ആയിരക്കണക്കിന് ഹജ്ജ് ചെയ്ത കൂലിയാണ്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും അത് കുറച്ച് ഉസ്താദിൻ്റെ വക കൂട്ടിയതാണ് അല്ലേ? ആയിരക്കണക്കിന് ഹജ്ജിൻ്റെ കൂലിയൊക്കെ ഒരു ഗീബത്ത് ഒഴിവാക്കിയാൽ കിട്ടുമെന്ന്. കിട്ടുവേ. അതെന്നല്ലേ കൽ ഖാബിലി അലൽ ജംറ, തീക്കനൽ കയ്യിൽ പിടിക്കേണ്ട ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ക്യാമ്പസിൽ മുത്തഖിയായിട്ട് ജീവിക്കാൻ. ഈ കാലത്തെ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയണത് അത് തന്നെയാണ് ഒരാളുടെ തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അതല്ലേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും സുഹൃതങ്ങൾ ചെയ്യാനൊക്കെ എല്ലാവർക്കും കഴിയും, തെറ്റിന് ചാൻസ് കിട്ടിയിട്ട് മാറി നിൽക്കാൻ അത് അള്ളാഹുവിൻ്റെ സിദ്ദീഖീങ്ങൾക്ക് ഇഷ്ടക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്കേ കഴിയുള്ളൂ. അതാണ് വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. സ്വർഗം കിട്ടണം, അതിന് തെറ്റ് പിടിച്ചു നിൽക്കണം. അതിന് ഒറ്റൊരു ഹദീസ് ഞാൻ ദലീൽ പറഞ്ഞ് വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. തെറ്റിൽ നിന്ന് മാറി നിന്നാൽ ഇബാദത്തിന് എങ്ങനെയാണ് ടേസ്റ്റ് കിട്ടുക? അതൊരാൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. മൻ നളറ ഇലാ മഹാസിൻ ഇംറഅത്തിൻ, ആരെങ്കിലും ഒരു പെണ്ണിൻ്റെ ഭംഗികളിലേക്ക് നോക്കിയാൽ ഫഗല്ല തർഫഹു ഫി അവ്വലി മറ, ആ ഒന്നാമത്തെ കാഴ്ചയിൽ തന്നെ മൂപ്പര് കണ്ണ് ചിമ്മി മാറിയുന്നു എങ്കിൽ അള്ളാഹു അയാൾക്ക് നൽകും ഇബാദത്തൻ, ഒരു ഇബാദത്ത് നൽകും. എന്താ ഇബാദത്തിന്റെ പ്രത്യേകത എന്നറിയോ? യജിദു ഹലാവതഹാ ഫീ ഖൽബിഹി, ആ ഇബാദത്തിന്റെ മധുരം അയാളുടെ കൽബിലുണ്ടാവും. അല്ലാഹു അക്ബർ, ആ നിസ്കാരത്തിന് അയാൾക്ക് എന്തൊരു മധുരമായിരിക്കും എന്നറിയാം. എന്താ കാരണം എന്നറിയോ? പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി അതിലൂടെ പോകുമ്പോൾ നോക്കാനുള്ള ചാൻസ് കിട്ടിയിട്ട് കണ്ണ് മാറ്റി നിർത്തി. ഇവിടെ ഹദീസിൽ പറഞ്ഞത് മൻ നളറ ഇലംറഅത്തിൻ എന്നല്ല പറഞ്ഞത്, മൻ നളറ ഇലാ മഹാസിൻ ഇംറഅത്തിൻ. ഒരു പെണ്ണിൻ്റെ ഭംഗിയിലേക്ക് നോക്കിയാൽ എന്നല്ല, പെണ്ണിൻ്റെ ഭംഗികളിലേക്ക് നോക്കിയാൽ, എന്നിട്ട് കണ്ണ് ചിമ്മി ഒന്നാമത്തെ കാഴ്ചയിൽ അത് പെണ്ണാണെന്ന് മനസ്സിലായപ്പോൾ മാറ്റി നിർത്തി. ഇതെന്തിനാ അവിടെ മഹാസിൻ എന്ന് ജമ്മായിട്ട് ഉപയോഗിച്ചേക്കണത്? മൻ നളറ ഇലാ ഇംറഅത്തിൻ ഫഗല്ല തർഫഹു എന്ന് പറഞ്ഞാൽ മതിയില്ലേ? മൻ നളറ ഇലാ മഹാസിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണിൻ്റെ ഭംഗികളിലേക്ക് നോക്കേണ്ടി വന്ന് കണ്ണുടനെ ചിമ്മി എങ്കിൽ അവൻ്റെ ഖൽബിൽ ഞാൻ ഇബാദത്തിന് ടേസ്റ്റ് ഇട്ട് കൊടുക്കും, അല്ലാഹു കൊടുക്കും. അതെന്താ അങ്ങനെ? പെണ്ണിൻ്റെ ആകാര ഭംഗി മാത്രമല്ല, പെണ്ണിൻ്റെ ശരീരം മാത്രമല്ല, അന്യപുരുഷൻ തിരിച്ചും അത് ആ പെണ്ണിൻ്റെ ശരീരം മാത്രമല്ല. നമ്മളും സുഹൃത്തും കൂടി ഒരു യാത്ര പോകുന്നു, വേറൊരു സുഹൃത്ത് അവൻ്റെ ഭാര്യയും കൂടി ബൈക്കിൽ വരുന്നു. അവിടെ നിർത്തിയാൽ ആ പെണ്ണിനെ നോക്കേണ്ടി വരും. അത് കണ്ണ് മാത്രമായിരിക്കും ഹിജാബ് ഇട്ടതുകൊണ്ട്. മോനെ, നീ അവിടെയും സൂക്ഷ്മത പുലർത്തിയിട്ട് പറയാം, ഹബീബെ നമുക്ക് പിന്നെ കാണാം, ഇപ്പം ചെറിയൊരു തിരക്ക്, ഒറ്റപ്പോക്ക്. എന്താ ആ തിരക്ക്? ഹറാമിന് ചാൻസ് വന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ടുള്ള തിരക്ക്, ഒറ്റപ്പോക്ക്. ഹാദിയ കോഴ്സിൻ്റെ പരസ്യത്തിലെ പെൺകുട്ടിയുടെ പിക്ചർ കാണുമ്പോൾ മഹാസിൻ ഇംറഅത്തിൻ, മഹാസിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണിൻ്റെ ഭംഗികളിലേക്ക് നോക്കാതിരിക്കണം. അതാ വേണ്ടത്, ഒരു ശരീരം മാത്രമല്ല. നമ്മളിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് പോയി, ആരോ ഒരാൾ പോകുന്നുണ്ട്, നമുക്ക് തന്നെ ഉറപ്പ് ഒരു പെണ്ണാണ്. ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ആ പെണ്ണ് കറിയെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കാണുമെങ്കിൽ ഫഗല്ല തർഫഹു, കണ്ണ് ചിമ്മിയാൽ നിനക്ക് തരുവടാ നിൻ്റെ ഖൽബിൽ ഇബാദത്തിൻ്റെ ടേസ്റ്റ് തരും. അത് വല്ലാത്ത സൂക്ഷ്മത പുലർത്തണം. ഈ സദസ്യരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ ഹദീസ് അങ്ങ് ജീവിതത്തിൽ പുലർത്തിന ജീവിതം വിജയിച്ചു. മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റിൻ്റെ 2% കാരണക്കാരൻ കണ്ണാണ്. അതാണ് മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ അഹറദ സുലുസൈ ദീനി ഫലത്തഖില്ലാഹ ഫീ സുലുസിൽ ബാഖി. ഒരു പെണ്ണിനെ കെട്ടിയാൽ ഒരു പെണ്ണിനെ കെട്ടലോടുകൂടി പുരുഷൻ്റെ ദീനിൻ്റെ 66% ക്ലിയറായി.
മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ, ചെലവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ കെട്ടിക്കോളി. അവിടെയാണ് അതിൻ്റെ പോയിന്റ് വരുന്നത്. കല്യാണം കഴിക്കലോടുകൂടി കണ്ണ് ക്ലിയർ ആവും. കണ്ണ് ക്ലിയർ ആയാൽ യു ഹാവ് സക്സീഡ്, നീ വിജയിച്ചു. ബാക്കി 30% തെറ്റ് ചെയ്യണതും ബാക്കി അവയവങ്ങൾ കൊണ്ടാണെങ്കിലും അതിൻ്റെ കൺവീനർ, സ്വാഗതസംഘം കൺവീനർ കണ്ണെന്നായിരിക്കും. കണ്ണ് കണ്ടതുകൊണ്ടായിരിക്കും മനസ്സിൽ ധ്യാനിച്ച് മെസ്സേജിലേക്ക് പോയി പല തെറ്റിലേക്കും പോകുന്നു. കണ്ണാണ് സൂക്ഷിക്കേണ്ടത്. അതാണ് നമ്മൾ പിടിച്ചു വെക്കേണ്ടത്. മഹാസിൻ ഇംറഅത്തിൻ, പെണ്ണിൻ്റെ ഭംഗിയല്ല, പെണ്ണിൻ്റെ ഭംഗികളിലേക്ക് നോക്കാതിരിക്കണം. അപ്പോൾ പറഞ്ഞിട്ട പെണ്ണിൻ്റെ വേക്ക് ഭാഗം നോക്കാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ ആ ഭാഗം നിങ്ങൾ കൂടുതൽ ചിന്തിച്ചാൽ നമ്മുടെ തഖ്വ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഹലാല് മാത്രമേ കഴിക്കുള്ളൂ എന്നും തെറ്റിൽ നിന്ന് മാറി നിൽക്കുമെന്നും തീരുമാനിച്ചാൽ പിന്നെ എന്താണെന്നറിയില്ല, ഇബാദത്തിന് വല്ലാത്ത ഉന്മേഷമായിരിക്കും, ഭയങ്കര ഉന്മേഷമായിരിക്കും. മഹാന്മാരെ കണ്ടില്ലേ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഇഷ്ടപ്പെട്ടത് ചെലവാക്കൂ സ്വർഗം വാങ്ങൂ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം ചെലവാക്കുന്നു. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ നിസ്കരിക്കായിരുന്നു റളിയല്ലാഹു അൻഹുമാ. ഉടനെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ ആക്കുന്നുണ്ട്, വിരലുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ആരോ ചോദിച്ചു, എന്താ ആക്കിയത്? അത് എൻ്റെ ഇഷ്ടപ്പെട്ട അടിമനെ മോചിപ്പിച്ചതാണ്. അത് നിസ്കാരം കഴിഞ്ഞിട്ട് മോചിപ്പിച്ചാൽ പോരെ, ആ ആയത്ത് ഇറങ്ങുമ്പോൾ ഒരു രസം, ഇപ്പം തന്നെ മോചിപ്പിക്കാൻ അങ്ങോട്ട് വേഗം ക്ലിയർ ആക്കിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചിന്തിക്കുന്ന മഹാന്മാർ. സർക്കുലറിൽ 31 തീയതി വരെ കാലാവധി ഉണ്ടല്ലോ പദ്ധതി പൂർത്തിയാക്കാൻ. അങ്ങനല്ല, ഇന്ന് നാളെ എനിക്ക് ജീവിതം ഉണ്ടാവോ എന്ന് നമുക്ക് ഉറപ്പില്ല. അൽയൗം യൗമുക്, ടുഡേ ഇസ് യുവർ ഡേ. ഇന്നാണ് നമ്മുടെ ദിനം, നാളെ മറ്റൊരു ദിവസം നമുക്കില്ലല്ലോ. അത് ഉറപ്പില്ലാത്തതാണ്. അതുകൊണ്ടാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സദസ്സിനോട് മുത്തുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്നാരാ രോഗിനെ സന്ദർശിച്ച ആള്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എപ്പാ സന്ദർശിച്ചത്? ഇന്ന്. അപ്പോൾ സ്വഹാബത്ത് ചിന്തിക്കുന്നുണ്ട്, ഈ രോഗി ഉണ്ടാന്ന് തന്നെ മനസ്സിലാണെങ്കിൽ ജമാഅത്തിന് വരാത്ത ആൾ ആരാ വരാത്ത? മൂപ്പർക്ക് എന്താ? ഓ അസുഖമാണ്. അങ്ങനെയാ മനസ്സിലായാല്. ഇത് അതിന് മുമ്പ് ചോദ്യം വന്നിട്ട് ഓറ് കൈപൊക്കി. ഇന്നായിരിക്കാം നോമ്പുള്ളത്? അതേ കൈ തന്നെ. ഇന്നാരാ ജനാസൻ്റെ കൂടെ? അതന്നെ. ഇന്നാരാ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തവർ? അതന്നെ. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് ചോദിച്ചു, അല്ല സിദ്ദീഖുൽ അക്ബർ തങ്ങളെ എപ്പോഴാണ് ഇതൊക്കെ ചെയ്തു തീർത്തത്? ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുമ്പോൾ വൈഫ് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു രോഗിയാണ്, ഒന്ന് കണ്ടിട്ട് പോയിക്കോളിയെന്ന്. കണ്ടു. എനിക്ക് നോമ്പുണ്ട് 1, രോഗിയെ കണ്ടു 2. പിന്നെ അവിടുന്ന് 2 പത്തിരി തന്നത് വാങ്ങാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വഴിവക്കിൽ ഒരു പാവപ്പെട്ട ആളെ കണ്ടപ്പോൾ അത്വാമ ജാഇയൻ, പാവപ്പെട്ടവർക്ക് ഫുഡും കൊടുത്തു. ഒരു കുട്ടീൻ്റെ ജനാസ പോകുന്നുണ്ടായിരുന്നു, അവിടെയും പോയിട്ട് പള്ളിയിൽ ജമാഅത്തിനെത്തിയെന്ന്. മിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ന്യായീകരണങ്ങളില്ലാത്ത ലീഡർ. കാലാവധി ഉണ്ടല്ലോ, നാളത്തേക്കല്ലേ പറഞ്ഞത്? അങ്ങനെയില്ല അവർക്ക്. 15-ാം തീയതിയല്ലേ വരിസംഖ്യൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അത് 15-ാം തീയതി നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ? അവരങ്ങനെ ചിന്തിച്ചു. അവരുടെ തഖ്വ അത്രമാത്രം വലുതാണ്. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലോകത്ത് 360 നന്മ ഉണ്ട്. ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചോദിക്കുക? എനിക്കെത്ര ഉണ്ട് നബിയെ? ഒരു 100 ഉറപ്പാണ്. എത്ര ഉണ്ടാവും ഏകദേശം? അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക അല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു ചോദ്യം, അഫിയ ഖസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ട് നബിയെ? ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത പോലത്തെ വർത്താന സിദ്ദീഖ് തങ്ങൾ. 11 കൊല്ലക്കാലം വായിൽ കല്ല് വെച്ച് നടന്ന മഹാന. അനാവശ്യം സംസാരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് ലോകത്തെ ഏറ്റവും വലിയ സൂഫി, അമ്പിയാക്കൾക്ക് ശേഷം 1ാമത് സ്വർഗത്തിൽ കാലെടുത്ത് വെക്കുന്ന മഹാൻ 11 കൊല്ലക്കാലം വായിൽ കല്ല് വെച്ച് നടന്നു. എന്നിട്ട് പറയലെന്താണെന്നറിയാം? ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കൊമ്പോ ഇലയോ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ജീവി വന്ന് കടിച്ചു തീർന്നാൽ സിദ്ദീഖിന് ആഖിറത്തിൽ അള്ളാൻ്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരൂലല്ലോ എന്ന്. താഴ്മയുടെ ചെയർമാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് എന്നെങ്കിലും ഒരു തലക്കനം തോന്നുന്നുണ്ടെങ്കിൽ മഹാന്മാരുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. മോനെ അബൂബക്കറെ, നിന്നെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല മോനെ, മോനിക്ക് 360 ഉണ്ട് എന്നാ പറഞ്ഞത്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും ഇബാദത്താണ്, ജനസേവന പ്രവർത്തനങ്ങളാണ്. സൂറത്ത് യൂസുഫ് ഒക്കെ കേട്ടാൽ ഓതിയാലൊക്കെ സുബി വരെ സുബ്ഹാനല്ലാഹ് എന്തൊരു കരച്ചിലാന്നറിയാം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ വിളക്കുമാടം. ആ ഉമർ തങ്ങൾ വഫാത്താവുമ്പോഴാണ് അബ്ദുള്ള എന്ന മോനെ വിളിച്ചിട്ട് പറഞ്ഞത്, മോനൊന്ന് ഹുദൈഫ തങ്ങളെടുത്ത് പോകും. ഹുദൈഫ തങ്ങളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യങ്ങളുണ്ട്, സ്വാഹിബു സിറാണ്. ആ സ്വഹാബി ഒന്ന് വിളിച്ചു വരീൻ. ആ സ്വഹാബിനെ വിളിച്ചു വന്നിട്ട് ഉമർ തങ്ങൾ കുത്തേറ്റ് രക്തമൊഴുകുന്ന ആ ദ്വാരങ്ങളൊക്കെ അടക്കി പിടിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വഹാബിയായിട്ട് നടക്കുന്ന ചില മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടില്ലേ എന്ന്. അവർ സ്വഹാബിയൊന്നും അല്ല, അവർ മുനാഫിക്കീങ്ങളാണ്, സ്വഹാബത്തിൻ്റെ ഇടയിൽ വലിയ ആളായിട്ട് നടക്കുന്നവർ. അതെ, തന്നിട്ടുണ്ട്. അതെന്തിനാ ഉമർ തങ്ങളെ, നിങ്ങളിപ്പോൾ വഫാത്താവുമല്ലേ ഇന്ന്, ഈ സമയത്ത് നിങ്ങൾക്ക് എന്തിനാ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ട് കാര്യം? പണ്ട് മുമ്പാ കിട്ടിയെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ഇപ്പം എന്തിനാ? അതങ്ങനെ ആരുടെയും ലിസ്റ്റും ആരുടെ പേരൊന്നും ഔട്ട് ചെയ്യണ്ട, എനിക്കറിയും വേണ്ട മോനെ. ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ ഈ ഉമറുണ്ടോയെന്നൊന്ന് നോക്കിയാൽ മതി മോനെ. ആരായി പറയും നോക്കിയേ? ജീവിതത്തിൽ കറാഹത്തൊന്നും വരാതെ കാത്തു സൂക്ഷിച്ച സാഹിദീങ്ങളുടെ ക്യാപ്റ്റൻ, ആലിമുൽ അല്ലാമ, സ്വഹാബത്തിൻ്റെ ലീഡർ, നബിതങ്ങളുടെ ഇഷ്ടക്കാരൻ, ഹൃദയത്തിൽ തഖ്വ സൂക്ഷിച്ചാൽ റിസാലത്തുൽ മുആവനയിൽ കുത്തുബുൽ ഇർഷാദ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നുണ്ട്, ഹൃദയത്തിൽ തഖ്വ ഉണ്ടെങ്കിൽ ഇബ്ലീസിന് അടുത്ത് വരാൻ പേടിയായിരിക്കുമെന്ന്. ഹൃദയത്തിൽ തഖ്വ ഉണ്ടെങ്കിൽ അടുത്തു വരാനല്ല, നിഴലെന്നെ പേടിയായിരിക്കും അത്തരം മുത്തഖീങ്ങളുടെ. ആസ് എൻ എക്സാമ്പിൾ, മസലൻ ഉദാഹരണം പറയണത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അത്രയും വലിയ മുത്തഖി, താഴ്മ കൊണ്ട് താണ് 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 ഭൂമിയോളം താവുകയാണ്. അവർക്ക് എത്രമാത്രം ഇബാദത്തുണ്ട്. ആ ഇബാദത്തിൻ്റെ ലോകത്തേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഈ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ തീരും. ആ ഇബാദത്തിലേക്ക് എത്താൻ ഹലാല് മാത്രം കഴിക്കുമെന്നും തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കുമെന്നും നമ്മുടെ പ്രതിജ്ഞ ഉണ്ടാവണം. ഒരാൾ വിജയിച്ചതിൻ്റെ രണ്ടാമത്തെ അടയാളം മുവാഫഖത്തു അഫ്ആലിഹി ഫിസ്സുന്ന, സുന്നത്തിലായിട്ട് അവൻ്റെ കർമ്മങ്ങൾ യോജിച്ചു വരും. എന്ന് പറഞ്ഞാൽ അയാൾക്ക് സുന്നത്തുകളോട് വലിയ ഇഷ്ടമായിരിക്കും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മൂപ്പര് തീർന്നു, അതൊരു സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ മൂപ്പര് അതെടുക്കും. അതാണല്ലോ യഥാർത്ഥത്തിൽ സുന്നി എന്നൊക്കെ പറയണത്. പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിൻ്റെ, അള്ളാഹുവിൻ്റെ വിജയികളുടെ ലിസ്റ്റിൽ പെട്ടവരുടെ അടയാളമാണ്. ഒരാൾ സൂഫിയായിട്ട് നടക്കുന്നുണ്ട്, ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണെന്ന് പറയുന്നുണ്ട്, മഹാനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമുക്ക് നോക്കാനുള്ള ഒറ്റ മാനദണ്ഡം അതാണ്, സുന്നത്ത് എങ്ങനെ അയാൾ ജീവിതത്തിൽ നിന്ന്. അയാൾ സുന്നത്തെടുക്കുന്നുണ്ടോ എങ്കിൽ അയാൾ വിജയിക്കുന്നു. അതാ അള്ളാഹു പറഞ്ഞ വഴി. എന്നിലേക്ക് ആരെങ്കിലും സുന്നത്തുകൾ കൊണ്ട് അടുത്താൽ, കണ്ടോ കണ്ടോ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ എന്താ വേണ്ടത്? മൻ അഹബ്ബ സുന്നത്തി, സുന്നത്ത് ഇഷ്ടപ്പെടണം. ആരെങ്കിലും അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹിൻ്റെ ഇഷ്ടം ഇങ്ങോട്ട് കിട്ടുക. യുഹിബ്ബുക്കുമുല്ലാഹ്. ഒരാൾക്ക് റസൂലുള്ളാഹിനോട് എത്ര ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കൽ സുന്നത്തുകളോടുള്ള ഇഷ്ടമാണ്. ഇതാണ് അതിൻ്റെ കണക്ഷൻ. ധാരാളം സുന്നത്തുകൾ എടുക്കണം. ഒരു ദിവസം തന്നെ ശ്രദ്ധിച്ചാൽ 3000-ൻ്റെ മേലെ സുന്നത്തുകൾ എടുക്കാൻ കഴിയുമെന്നാണ് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും 100 കണക്കിന് സുന്നത്തുകളുണ്ട്. ഞാനെങ്ങാനും ഒരു ദിവസം 3 സുന്നത്ത് ഒഴിവാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ദർസെന്ന് മുദരിസ് പോസ്റ്റ് ഡിസ്മിസ് ചെയ്തോളി എന്ന് പറഞ്ഞ മുദരിസുമാരായ മഹാന്മാരുണ്ട്. കണ്ടോ, മഹാനായ
അബൂബക്കർ ഷിബിലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഷിബിലി ഇമാമിൻ്റെ വഫാത്തിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ അടുത്തുണ്ടായിരുന്നോ? ഓ ഉണ്ടായിരുന്നു. എന്താണ് ആ മഹാൻ്റെ അവസാനത്തെ ഹാല് ഒന്ന് പറയാവോ? ഓ പറയാലോ. എന്താ ഒന്ന് പറയും. എൻ്റെ ഉസ്താദിന് തീരെ വയ്യാതായി, ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ ഘട്ടം എത്തിയപ്പോൾ ആ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എന്നോട് ആക്ഷൻ കാണിച്ചുകൊണ്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഖാദിമ് പറയാണ്, എൻ്റെ ഉസ്താദായ അബൂബക്കർ ഷിബിലി റളിയല്ലാഹു അൻഹു എന്നെ അടുത്തേക്ക് വിളിച്ചു. ഉസ്താദിനാണെങ്കിൽ തീരെ വയ്യ, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഘട്ടമെത്തി. മരണം ഇപ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്നു. എന്നോട് ആക്ഷൻ കാണിച്ചുകൊണ്ട് വുളു എടുപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുങ്കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കാൻ സഹായിച്ചു. മുഖം കഴുകിയിട്ട് കൈ കഴുകാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ കൈ എൻ്റെ ഉസ്താദ് പിടിച്ചിട്ട് പറയുകയാണ്, മോനെ, എൻ്റെ താടി നീണ്ട താടിയാണ്. ഈ താടി നീണ്ട താടിയായ മുതൽ വുളു എടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു തവണ പോലും വുളു എടുക്കുമ്പോൾ താടിയുടെ ഉള്ളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള ശ്രമം, ചിക്കകറ്റൽ എന്ന സുന്നത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. വിരലുകൾ കൊണ്ടിങ്ങനെ ചിക്കകറ്റൽ സുന്നത്താണല്ലോ, അതൊഴിവാക്കിയിട്ടില്ല ഒരു തവണ പോലും. മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള വുളുഇൽ അതൊഴിവാക്കിയിട്ട് കൈ കഴുകേണ്ടതില്ല. ഇതാ സുന്നി എന്ന് പറഞ്ഞാൽ. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. അവരങ്ങനെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടു. സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾ വിജയിക്കുന്നുണ്ട്. എത്ര സുന്നത്ത് ഓരോ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. പള്ളി കയറുമ്പോൾ എത്ര സുന്നത്തുണ്ട്? 10 സുന്നത്തുകളുണ്ട്. ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ 50-ലേറെ സുന്നത്തുകളുണ്ട്. ഒരു വുളുഇൽ 100 കണക്കിന് സുന്നത്ത് നമുക്ക് എടുക്കാം. എന്തെല്ലാം സുന്നത്തുകൾ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ചെയ്യൂലേ? വസ്ത്രം ധരിക്കൽ, ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, സദസ്സിലിരിക്കൽ, ഇതിലൊക്കെ എന്തെല്ലാം അദബുകളുണ്ട്. അതൊക്കെ പാലിക്കുമ്പോഴല്ലേ ഒരാൾ നന്നാവുന്നത്. ഇന്നത്തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻഹു വഅവ്വിലാ. ഒരാൾ നന്നാവലെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ചെയ്യേണ്ട സുന്നത്തുകളെ ജീവിതത്തിൽ അങ്ങ് നെഞ്ചേറ്റലാണ്. അത് ബാങ്കിന് ശേഷം ഒരു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ മാത്രം പോരാ. ഫീ ഹാലിഹി വഫിആലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅവില. എൻ്റെ നബി തങ്ങളെങ്ങനെ നടന്നു, ഇരുന്നു, കിടന്നു, തങ്ങളെങ്ങനെ ഓരോരുത്തരോടും ഇടപെട്ടു, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളെ കൊണ്ടുവരുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത്. അപ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത്. അതാണ് തസവ്വുഫ് എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹുവിലേക്ക് ഒരാൾ അടുക്കൽ. നമുക്ക് സുന്നത്തുകളോട് വലിയ ഇഷ്ടം വേണം. മഹാനായ അബൂബക്കർ ഷിബിലി തങ്ങൾ തന്നെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വുളു എടുക്കേണ്ട ഘട്ടമെത്തി. അപ്പം മിസ്വാക്ക് ചെയ്യണമല്ലോ. മുങ്കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണം.
വുളു എടുക്കുമ്പോൾ എപ്പോഴും മിസ്വാക്ക് ചെയ്താൽ അയാളുടെ മരണം ഈമാനോടെ ആയിരിക്കും. അതിനെക്കുറിച്ച് മാത്രം കിതാബുകളുണ്ട്. മിസ്വാക്കിൻ്റെ ഫള് വിശദീകരിക്കാൻ വേണ്ടി മാത്രം മുല്ല അലി അൽ ഖാരി തങ്ങൾക്കൊരു റിസാലയുണ്ട്. മുല്ല അലി അൽ ഖാരി തങ്ങളുടെ മജ്മുഉർ റസായിൽ 80 റിസാലകൾ ഇപ്പോൾ മത്ബൂ ആണ്. ഏതായാലും സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണ്. മുതഅല്ലിമീങ്ങൾ ഉള്ളതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രൗഢമായ പഠനങ്ങൾ, അടിപൊളി പഠനങ്ങൾ ആ റിസാലകളിൽ എമ്പാടും കാണാം. മഹാനായ അബൂബക്കർ ശിബിലി തങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും, മിസ്വാക്കില്ല. അപ്പോൾ സഹയാത്രികരോടും ശിഷ്യന്മാരോടും പറഞ്ഞു, മക്കളെ മിസ്വാക്ക് വേണമല്ലോ. ഇല്ലല്ലോ ഉസ്താദ്, എന്ത് ചെയ്യും? അപ്പോൾ മഹാനോട് ശിഷ്യന്മാർ പറഞ്ഞു, ഉസ്താദ് അത് വില കൊടുത്ത് വാങ്ങണമെങ്കിൽ ഇപ്പോൾ 1 ദിർഹം തികച്ച് കൊടുക്കേണ്ടി വരും. എന്തായാലും വീട്ടിൽ മിസ്വാക്കില്ലേ, യാത്രയിൽ എടുക്കാൻ വിട്ടുപോയതല്ലേ, വീട്ടിലെത്തിയിട്ട് ലോകം മുഴുവൻ കൊടുക്കേണ്ടി വന്നാലും മിസ്വാക്ക് വാങ്ങണം, ഞാൻ ക്യാഷ് തരാം. എടോ, ഒരു സുന്നത്തെടുക്കൽ എന്ന് പറയുന്നതിൻ്റെ ഫളിലെന്താ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും ഓരോ സുന്നത്തെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പ് ആദ്യം വലത്തേക്കാലിനിടുക. ഒരു സുന്നത്താണല്ലോ അല്ലേ? ഒരു സുന്നത്തെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ലഅല്ലി ബിഹാ അദ്ഖുലുൽ ജന്ന, ഈ സുന്നത്ത് ഉണ്ടായിരിക്കും ഞാൻ ആഖിറത്തിൽ രക്ഷപ്പെടുക. അങ്ങനെ നമ്മൾ വിചാരിക്കണം. സുന്നത്തിനോട് വല്ലാത്ത ഇഷ്ടം വേണം. സാധ്യമാകുന്ന എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അതിൽ വലിയൊരു സുന്നത്താണ് സുബീന് ശേഷം ദിക്റുകൾ ചൊല്ലുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഇമാം നവവി റഹിമഹുല്ല അദ്കാറിൽ പറയുന്നുണ്ടല്ലോ, സുബഹിന് ശേഷം ഒരാൾക്ക് ഔറാദുകൾ ദിക്റുകൾ ചൊല്ലാൻ തൗഫീക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, അള്ളാഹുവിൻ്റെ നിഅമത്ത്, വല്ലാത്ത നിഅമത്ത് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ. ഒന്നിക്കിൽ വിർദുൽ ലത്തീഫ്, അല്ലെങ്കിൽ ഹിസ്ബുൻ നസ്ർ, അല്ലെങ്കിൽ വിർദുൻ നബവി, എന്തെങ്കിലും ഉസ്താദുമാരുടെ ഇജാസത്തോടു കൂടിയാണെങ്കിൽ അതിന് ഫലം കൂടുതലാണ്. സുബഹിന് ശേഷം ഔറാദ് ചെല്ലാൻ ഒരാൾക്ക് തൗഫീക്ക് കിട്ടിയ നിഅമത്തുൻ അളീമ, വല്ലാത്ത നിഅമത്ത് അല്ലാഹു ഓനിക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നവവി ഇമാം നമ്മളോട് സ്നേഹം കൊണ്ട് പറയാം, എടാ മോനെ, നിനക്കിനി വല്ലാത്ത ഉറക്കോ വല്ല തിരക്കോ എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ചോ, എന്ന് ഒരു ദിക്റെങ്കിലും നീ ആ സമയത്ത് ചെല്ലണേ. എപ്പോൾ? രാവിലെ സുബഹിക്ക് ശേഷം ആ നിസ്കാരത്തിൻ്റെ ഔറാദെങ്കിൽ ഒരു ദിക്ർ, ഒരു ഔദു ബികലിമാത്തില്ലാഹി, ഒരു ബിസ്മില്ലാഹി ലാ യദുറു, അല്ലെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദി. വിർദുൽ ലത്തീഫൊക്കെ ചെല്ലാൻ ആകെ ഒരു 15 മിനിറ്റല്ലേ വേണ്ടു. സ്വർഗം ഉറപ്പിക്കാൻ പറ്റുന്ന ദിക്റല്ലേ? ഈമാനോടെ മരിക്കുമെന്ന് പറഞ്ഞ ദിക്റില്ലേ? ഒരു സിഹറും ഒരു ളാലിമീങ്ങളുടെ ളുൽമും ഒരായിനീങ്ങളുടെ അയിനും എല്ലാ ദീശറിൽ നിന്നും രക്ഷയുള്ള കവചമുള്ള ദിക്റുകളല്ലേ വിർദുൽ ലത്തീഫ് എന്ന് പറഞ്ഞാൽ. ഒരു 15 മിനിറ്റ്, 86,400 സെക്കൻഡില്ലേ ഒരു ദിവസം. അതിൻ്റെ മലയാളമല്ലേ 24 മണിക്കൂർ. അതിലൊരു 15 മിനിറ്റ് നമുക്ക് സമയമില്ല എന്നെല്ലാം പറഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നം തന്നെയല്ലേ? സുന്നത്തുകൾ ജീവിതത്തിൽ വല്ലാതെ കൊണ്ടുവരണം. രാവിലെ സുബഹിന് ശേഷം ഔദ്യോഗിക ഔറാദുകളൊക്കെ കഴിഞ്ഞ്, അങ്ങനെ പറഞ്ഞാൽ 33 സുബ്ഹാനല്ലാഹ് പോലുള്ള ദിക്ർ കഴിഞ്ഞ്, സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാത്തി എന്ന ദിക്ർ 3-4 തവണ ചൊല്ലിയാൽ അയാൾ ഈമാനോടെ മരിക്കുമെന്ന് ഉറപ്പാണ്. ഇത് ചൊല്ലാൻ എത്ര മിനിറ്റ് വേണം? 1 മിനിറ്റ് തികച്ചു വേണം? വേണ്ട. ഇതുപോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ദിക്റുകൾ ചൊല്ലണം. അല്ലാഹ് ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. ഒരാൾ വിജയിച്ചതിൻ്റെ 6 അടയാളങ്ങളിൽ 3-മത്തത് മഹാനായ ഇമാം ശാത്തിബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അയാൾ എല്ലാവരോടും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും, സൽസ്വഭാവിയായിരിക്കും. കുറേ ഇബാത്ത് മാത്രം നമുക്ക് പോരാ. അവിടെ ഇമാമിങ്ങൾ വിശദീകരിക്കുന്നത് ഖാലിക്കിനോട് കടപ്പാടുള്ളത് പോലെ ഖൽക്കിനോടും കടപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം റൂട്ട് ക്ലിയർ ആക്കിയാൽ പോരാ, സൃഷ്ടികളോടും കടപ്പാട് ക്ലിയർ ആവണം. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ഒരാൾ സക്കാത്ത് കൊടുക്കാറില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കൂല എന്ന് ജഡ്ജ്മെൻറ്റ് വിധി അങ്ങ് വന്നത്.
കാരണം ഖൽക്കിനോടുള്ള കടപ്പാടിൽ അയാൾ വീഴ്ച വരുത്തി. ഖാലിക്കിനോട് കടപ്പാട് വീഴ്ച വന്നാൽ ചിലതൊക്കെ അള്ളാഹു പുറത്തു തരും. ഇബ്നു ഹജർ തങ്ങളുടെ തുഹഫയുടെ 8-ാം വാള്യത്തിലുണ്ട്, മനുഷ്യന്മാരോടുള്ള കടപ്പാടിൽ വീഴ്ച വന്നാൽ അത് പ്രശ്നം. ഉദാഹരണത്തിന് ഒരാളെ നമ്മൾ ഗീബത്ത് പറഞ്ഞാൽ അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. 60 കൊല്ലം കഅബൻ്റെ അടുത്ത് പോയിട്ട് അള്ളാഹിനോട് ദ്വാരക്കല്ല വേണ്ടത്, അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഒരാൾ സുബഹിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ, 2 ആൾ കൂടി ഇങ്ങനെ പോകുമ്പോൾ വേറൊരാൾ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ വീട് നോക്കിയിട്ട് ഇവൻ മറ്റേയാളോട് ആ ചങ്ങായി ഒന്നും സുബിക്ക് എണീക്കൂല, ഇവൻ്റെ സുബിയും പോയി ഉറക്കും പോയി, ഓനിക്ക് സുബിയും കിട്ടി ഉറക്കും കിട്ടി. മണ്ടത്തരം എന്നല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഈ ഭാഗത്ത് അങ്ങോട്ടേക്ക് പോകൂലേ? ഇപ്പോൾ ഒരാളെ ഗണ്ണിങ്ങനെ പിടിച്ചിട്ട് ഒരു തീവ്രവാദി പറഞ്ഞ് നീ ഇപ്പം നിൻ്റെ നോമ്പ് കുറിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നു, അങ്ങനെ പിടിച്ച് വെള്ളം കുടിപ്പിച്ചാൽ നോമ്പ് കുറിയോ? ഇല്ല. ബാബുൽ ഇക്റാഹിൻ്റെ 3 ഷർത്ത് അറിയാലോ നമുക്ക്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുറിയൂല. ഇപ്പം കൊല്ലുന്നാ പറഞ്ഞത്, കൊല്ലാനായൊക്കെ കഴിവുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യനെ കൂട്ടി ഇന്നോവയിൽ പോകുമ്പോൾ 2-3 ഗുണ്ടകൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഭാര്യനെ നമ്മളെ ചെങ്ക് കോളേജിൽ നിന്ന് നോക്കി വെച്ച് ലവ് ആക്കിയതായിരുന്നു, നീ എനിക്ക് ഓളെ കെട്ടി ഇപ്പം കൊല്ലും, തൊലാക്കില്ലെങ്കിൽ പിടിച്ച് തൊലാക്കിലിപ്പിച്ച് തൊലാക്കാവോ? ഇല്ല. എന്നാൽ ഒരാണിനും പെണ്ണിനും റൂമിൽ പൂട്ടിയിട്ടിട്ട് ഗണ്ണ് ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് ഇപ്പം കൊല്ലും 2 വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അയ്യേ, അതെന്തൊരു വൃത്തികേടാ. എന്നാൽ അൽ ഗീബത്തു അശദ്ദു മിന സിനാ, മനുഷ്യന്മാരെ കുറ്റം പറയൽ വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മനുഷ്യന്മാരെ കുറ്റം പറയരുത്, ആരെയും കുറ്റം പറയാ. ഇമോജി ആയാലും ശരി, ട്രോളായാലും ശരി, എന്തായാലും ശരി, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ആരെയും കുറ്റം പറയരുത്. എല്ലാവരോടും നല്ല സ്വഭാവമായിരിക്കണം. അതിന് സൽസ്വഭാവത്തിൻ്റെ 10 അടയാളങ്ങളുണ്ട്. അതൊന്നും ഇവിടെ പറയാനിപ്പോൾ സമയമില്ല. നമ്മളെ അഹമായ വിഷയം തന്നെ പൂർത്തിയാക്കാൻ നേരമില്ലാതെ ഇങ്ങനെ ഉരുളുകയാണ്. അത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. അതിനെ ആറ്റിക്കുറിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ളയുടെ ജാമിഉൽ ഉലൂം വൽ ഹിക്കം ഫീ ശർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ആ കിതാബ് എന്തായാലും മുത്താലിമീങ്ങൾ മുത്താല ചെയ്യണം. എത്രയാ ഫായിദകൾ. 40 നബിയുടെ 40 ഹദീസിൻ്റെ കൂടെ ഒരു 10 ഹദീസ് എക്സ്ട്രാ കൊണ്ടുവന്ന് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ ഷർഹ് ചെയ്ത കിതാബ്. എത്രയാ ഇൽമു റബ്ബേ. അതിൽ പറയുന്നതാണ്, ഒരാൾ സൽസ്വഭാവിയാണെങ്കിൽ ആദ്യം അയാളിൽ ഉണ്ടാവുക ആരോടും ദേഷ്യപ്പെടൂല എന്നുള്ളതാണ്. അത് മുത്തഖീങ്ങളുടെ സ്വഭാവമായിട്ട് സൂറത്തു ആലി ഇമ്രാനിലുണ്ടല്ലോ, വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യം പിടിക്കൂല, ദേഷ്യം അടക്കി പിടിക്കുന്നവർ. ഒരുപാട് മഹാന്മാരുണ്ട് അങ്ങനെ ആരോടും ദേഷ്യം പിടിക്കാത്തവർ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. എത്ര ദേഷ്യം പിടിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലും മഹാൻ ദേഷ്യപ്പെടില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു കമീസ് തേച്ചു കൊടുത്തു. ഈ കൈ ഭയങ്കര ടൈറ്റ്, ഈ കൈ ഭയങ്കര ലൂസും. ഇത് ഇട്ടപാട് ഷാഫി ഇമാം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇത് ടൈറ്റായത് നല്ല തന്നെ കേട്ടോ. കിതാബ് എഴുതുമ്പോൾ ഇതിങ്ങനെ കഫ് വീണോണ്ടിരിക്കൂലല്ല, ഇത് ലൂസായത് നല്ല തന്നെ. കിതാബ് പിടിക്കുമ്പോൾ വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാൻ ഒരു മറയായല്ലോ, അതും പോസിറ്റീവാക്കി. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരാളോടും ദേഷ്യപ്പെടാത്ത ആളാ മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്നവരുണ്ട് പല ആൾക്കാർ. അവർക്ക് ബുദ്ധിക്ക് കേടുണ്ട് എന്നാ ഇമാമിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ. സ്വഹാബത്തിനെ കുറ്റം പറയുന്നവർ ബുദ്ധിക്ക് കേടുണ്ടതുള്ളത് കൊണ്ട് പറയുന്നതാണ്. മഹാനെക്കുറിച്ചൊരു കിതാബ് തന്നെ ഉണ്ടല്ലോ, ഇബ്നു ഹജറുൽ ഹൈത്തമി റഹിമുള്ളക്ക്, തത്ഹീറുൽ ജിനാൻ. ആരോടും ദേഷ്യപ്പെടൂല മഹാന്. ഒരാൾ മഹാനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ച അശ്ലീലം പറഞ്ഞു, തനി അശ്ലീലം പറഞ്ഞു. എന്നിട്ടും ദേഷ്യം പിടിക്കാത്തപ്പോൾ ഇയാളെന്താ പറഞ്ഞറിയോ? നിങ്ങളുടെ ഉമ്മ ഭയങ്കര സ്റ്റൈലാണല്ലേ എന്ന്. അതെ, നിങ്ങളുടെ ഉമ്മാൻ്റെ ശരീരമൊക്കെ ഭയങ്കര ഭംഗിയാണല്ലോ. ഉമ്മാനാ തനി അശ്ലീല വാക്ക് ഇവിടെ പറയാൻ പറ്റാതെ പലതും പറഞ്ഞു. അപ്പോൾ മഹാൻ എന്താ പറയുന്നറിയാം?
എൻ്റെ ഉമ്മ സ്റ്റൈലുള്ളതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മാനെ തന്നെ കെട്ടിയത്. ആരോടും ചൂടാവില്ല. എന്നിട്ട് ഒരാളെ വിളിച്ചു പറഞ്ഞു അയാൾക്ക് പെണ്ണിനെ വേണം തോന്നും, ക്യാഷ് ഇതാ കെട്ടിച്ചു കൊടുത്തേന്ന്. അതും ചെയ്തു. നബിമാരിൽ അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ആളാണ് ദുൽകിഫ്ൽ അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രം വിശാലമാണ്. വൽ കാളിമീനൽ ഗൈൽ, ദേഷ്യം അടക്കി പിടിക്കണം. അലി റളിയല്ലാഹു അൻഹു തൻ്റെ അടിമനെ വിളിച്ചു. ഒരു വട്ടം വന്നില്ല, 2 നോ 3 വന്നില്ല. 4ാമത് അങ്ങോട്ട് പോയിട്ട് അടുത്ത് പോയിട്ട് വിളിച്ചിട്ട് ചോദിച്ചു നീ കേൾക്കുന്നില്ലേ? ഉണ്ട്. പിന്നെന്താ വരാത്തത്? നിങ്ങൾക്ക് ക്ഷമയുണ്ടോ എന്ന് പരിശോധിച്ചതാണ്. നമ്മളാണെങ്കിൽ ഒന്ന് കൊടുത്തിട്ട് ഇതാ ക്ഷമ, 32 പല്ല് നിരന്ന് കിടക്കുന്ന കാണിച്ചു കൊടുക്കും. അലി റളിയല്ലാഹു അൻഹു എന്താ പറയുന്നറിയാം? അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം എന്നോട് പറയാം, നിന്നെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു മോനെ. ഇത് എവിടെയാ ഈ ചരിത്രം പറയുന്നറിയോ? നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താലാണ് അള്ളാഹു നമുക്ക് പുറത്തു തരിക എന്ന ആശയം പറയുന്നിടത്താണ് ഈ ചരിത്രം പറയണത്. ലവാമിഉൽ ബയ്യിനാത്ത് ഫീ ശർഹി അസ്മാഇല്ലാഹി വസ്സിഫാത്ത്, അൽ അസ്മാഉൽ ഹുസ്നക്ക് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹിയുടെ പ്രൗഢമായ വിശദീകരണം. ആരോടും ദേഷ്യം പിടിക്കരുത്. ഫസ്റ്റ് ദേഷ്യം പിടിക്കാതിരിക്കേണ്ടത് വീട്ടുകാരോടാണ്, ഭാര്യമാരോടാണ്. ഇത് പറയുമ്പോൾ തന്നെ പെണ്ണുങ്ങന്മാർ വിചാരിക്കുന്നുണ്ടാവും പറഞ്ഞു കൊടുക്കും ഉസ്താദേ, പറഞ്ഞു കൊടുക്കുക എന്ന്. കാര്യം പൊതുവേ നമ്മുടെ സാന്ത്വന പ്രവർത്തനം, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നാട്ടുകാർക്ക് ഭയങ്കര സംഭവമായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ, ഇവിടെ ഒരു ഫണ്ട് കളക്ഷൻ നടത്തുമ്പോൾ ഇവിടെ ഒരു പള്ളിയുടെ മുറ്റാണ്, ഇവിടെ നമുക്ക് ഇൻ്റർലോക്ക് ഇടണം, ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന ആരാ ഇല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ കൈപോക്കി. എന്താ പേര് നിങ്ങളെ? ഇല്യാസ് ഹാജി. ഇവിടെ ആരും ഇല്ലല്ലോ, അങ്ങനത്തെ ഉണ്ടാവില്ല. ദുൽകിഫ്ലി ഇല്യാസ് എന്നൊന്നും ഇവിടെ ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാ ഇല്ല. അൽഹംദുലില്ലാ. ഗൂഗിൾ പേ, ക്യാഷ് ഓൺ ഡെലിവറി, ഇങ്ങോട്ട് വാ. അങ്ങനെ അയാളങ്ങനെ 20-500 നോട്ട് ഇങ്ങനെ തരുമ്പോൾ ഭാര്യ കർട്ടൻ്റെ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട്. ഇത് നമ്മളെ മാപ്പിളല്ലേ? അതെ, മിന്നാന്നല്ലേ അണ്ടിപ്പരിപ്പ് വാങ്ങാൻ പറഞ്ഞൊരു പൈസ ഇല്ല എന്ന് പറഞ്ഞേ. അങ്ങനെ ഒരു സംഭാവന നാട്ടുകാർക്ക് ചെയ്യണ്ട. ചാരിറ്റി ബിഗൻസ് അറ്റ് ഹോം. വീട്ടിൽ തുടങ്ങണം സൽസ്വഭാവവും ചാരിറ്റിയൊക്കെ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, നാട്ടുകാർക്ക് ഭയങ്കര സേവനമായിരിക്കും. അതുപോരാ. ഫസ്റ്റ് തുടങ്ങേണ്ടത് വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചൊന്ന് ചൂടിലുണ്ടാവുമ്പോഴാണ് വേറൊരു ഭാര്യ തങ്ങൾക്ക് നല്ല മധുരമുള്ള പലഹാരം കൊടുത്തയച്ചത്, പായസം പോലുള്ളത്. ആയിഷ ബീവി ആ ചൂടിൽ ഒറ്റ തട്ട് അത് വീണ് പൊട്ടി പൊടിയായി പാത്രം. തങ്ങൾ അന്നേരം 2 കാര്യമാണ് ചെയ്തത്. കൊണ്ടുവന്ന ചെക്കനോട് പറഞ്ഞ് കീപ് സൈലന്റ്, മോനെ മുണ്ടാണ്ടൊന്നും, ഉമ്മ കുറച്ച് ചൂടിലാണ്. 1. 2, തങ്ങൾ താഴെ നിലത്തിരുന്നിട്ട് പാത്രം പൊടുക്കിയെടുത്ത്. ഏത് തങ്ങൾ? 7ാം ആകാശത്തിൻ്റെ അപ്പുറം പോയി അർശും ലോഹും കുർസിയും കണ്ട് ലോകം മുഴുവൻ കണ്ടിട്ട് അള്ളാഹിനോട് സംസാരിച്ചിട്ട് വന്ന ലോകത്തെ ഏറ്റവും വലിയ ലീഡർ താഴെ ഇരുന്നിട്ട് പാത്രം പൊറുക്കി. ദ ലീഡർ കണ്ട. നമ്മളുടെ വീട്ടിൽ നിന്നാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഭാര്യ പൊറുക്കേണ്ടി വരും, പാത്രമല്ല പല്ല്. അപ്പോഴും നമ്മുടെ കീശയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അതുണ്ടാവും. അതുപോലെ നമുക്ക് ഈ മഹബത്ത് എന്നൊക്കെ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഭാര്യമാരോട്, മക്കളോട് നല്ല സ്വഭാവമായിരിക്കണം നമ്മൾ. അത് അള്ളാഹു വിജയിപ്പിച്ചതിൻ്റെ അടയാള സൽസ്വഭാവം എന്ന് പറയണത്. ഹുസ്നുൽ ഖുൽഖിനെ വിശദീകരിക്കുന്നിടത്ത് ഹദീസിലില്ലേ, ഒരു മനുഷ്യൻ സൽസ്വഭാവം കൊണ്ട് എവിടെ എത്തും? സ്ഥിരമായി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന, പകല് നോമ്പനുഷ്ഠിക്കുന്ന ആളുടെ സ്ഥാനത്തെത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നുണ്ട്, വഹുവ മുഫ്തിറുൻ വഹുവ നായിമുൻ. ഓൻ ഉറങ്ങി, ഓന് നോമ്പില്ല, എന്നിട്ട് ഓനിക്ക് നോമ്പ് ഒറ്റ കൂലി.
രാത്രി നിസ്കരിച്ച കൂലി. എന്താ കാരണം? നല്ല സ്വഭാവം. ഭാര്യ പറഞ്ഞ ഇന്ന് AC ഫാൻ ഓഫാക്കിയാലോ, എന്തേ എനിക്ക് ചെറിയൊരു കഫ് കെട്ട് ജലദോഷത്തിന്, എനിക്കും അങ്ങനെ ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഫാക്കല സൽസ്വഭാവം. അല്ലാണ്ട് എന്തല്ല അപ്പുറത്തെ റൂമിൽ പോയിട്ട് കിടന്നോന്ന് കേട്ടോ, അതല്ല സൽസ്വഭാവം. സ്വലാത്തും ദിക്റും ചൊല്ലാനുള്ള കൗണ്ടർ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഹുസ്നുൽ ഖുൽഖ് എന്ന ക്വാളിറ്റി കൂടി നമുക്ക് ഉണ്ടാവണം. അത് അള്ളാഹു ഒരാളെ ഏറ്റെടുത്തതിൻ്റെ അടയാളം. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹ് പറയല്ലേ ഇന്ന്, തങ്ങളെ പാകപ്പെടുത്തി എടുത്തിട്ടില്ലേ? തങ്ങളെ അള്ളാഹു എത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ആക്കിയത്. റഹീമാണ്, ഗഫൂറാണ്, റഊഫാണ്. കണ്ടോ, എല്ലാവർക്കും പുറത്തു കൊടുക്കും, എല്ലാവർക്കും മാപ്പ് കൊടുക്കും. ആര് ചീത്ത വിളിച്ചാലും തിരിച്ചൊന്നും പറയൂല. ലോകത്തെ ഏറ്റവും വലിയ ചീത്തയാണ് ഭ്രാന്തൻ എന്നുള്ളത്. അതും തങ്ങൾ കേട്ടിട്ടുണ്ട്, തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ത്വായിഫുകാർ എറിഞ്ഞ് കാല് പൊട്ടിച്ചിട്ടും തങ്ങൾ പറഞ്ഞത്, അടുത്തൊരു തലമുറയെങ്കിലും ആ നാട്ടിൽ നിന്ന് നന്നായാൽ മലക്കുകളെ നിങ്ങൾ പർവ്വതം താഴെ ഇട്ടിട്ട് ശിക്ഷിക്കണ്ട എന്നാണ് പറഞ്ഞത്. കണ്ട, അല്ലാതെ ഒരു ഹാജിയായിരിക്കും അസുഖമായി, അപ്പോൾ നമ്മൾ ചർച്ച അയാൾക്ക് അസുഖമാണോ? എന്തേ നമ്മൾ ഉസ്താമാരല്ലേ എത്ര കുറ്റം പറഞ്ഞവർ, നമ്മളെ കൊടിയല്ലോ അല്ല കൊടുത്തതാണ്. ഹേയ് അള്ളാഹു എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ഞാൻ കൊടുത്തതാണ്. ഇവൻ ഈമാനോടെ മരിക്കോ ഈ പറയുന്ന ആള്? തങ്ങൾ ഇത്രയെല്ലാം റഹ്മത്ത് ആക്കിയത് ആരാന്നറിയാ? ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി, ഞാനാക്കിയത് അല്ല പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ റഹ്മത്താണ് തങ്ങളുടെ റഹ്മത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഉഹദ് യുദ്ധത്തിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട പല്ല് പൊട്ടി കവിൾത്തടത്തുനിന്ന് ബ്ലഡ് വരുന്ന കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ഓടിപ്പോയിട്ട് തങ്ങളുടെ ചുമന്നിട്ട് ഷോൾഡറിലിരുത്തി. എന്നിട്ട് ഉഹദ് പർവ്വതം കയറുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇത് കണ്ടപ്പോൾ ബേക്കിൽ പോയിട്ട് തങ്ങളുടെ വസ്ത്രം നിലത്ത് തട്ടുമോ എന്ന് പേടിച്ചിട്ട് സിദ്ദീഖ് തങ്ങളുടെ വായിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ നിൻ്റെ വായിൽ നിന്ന് എൻ്റെ വസ്ത്രം വിടൂ, എൻ്റെ വാകയിലേക്ക് മുഖത്തോട് അടുപ്പിക്കൂ. അതെന്തിനാ നബി? എൻ്റെ മുഖത്തെ ബ്ലഡ് നിൽക്കുന്നില്ല മോനെ, താഴെ കുറ്റും ആൾക്കാർ ചവിട്ടുന്ന ഭൂമിയിലേക്ക് എൻ്റെ ബ്ലഡ് ഇറ്റിയാൽ പിന്നെ അള്ളാഹ് ക്ഷമിക്കൂല, അള്ളാഹ് ഉടനെ ശിക്ഷ ഇറക്കിയിട്ട് ശത്രുക്കളെ നശിപ്പിക്കും. അപ്പോൾ സിദ്ദീഖങ്ങൾ ചോദിച്ചു, നശിപ്പിക്കപ്പെടാനല്ലേ വേണ്ടി നബിയെ, ഇത്രയെല്ലാം തങ്ങളെ വേദന വെച്ചിട്ട്? വേണ്ട അബൂബക്കർ, പാവങ്ങളല്ലേ അവർ, നന്നായിക്കോട്ടു മോനെ. ദ ലീഡർ, നമ്മളെ ലീഡർ, ഈ ലീഡർ പഠിപ്പിച്ചതിലൂടെ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തണം, ദീനീ പ്രവർത്തനം നടത്തണം. നമ്മളെ സ്വഭാവം അങ്ങനെ ആവണം, അങ്ങനെ നമ്മളെ ജീവിതത്തിനെ ക്രമീകരിക്കണം, എല്ലാവർക്കും മാപ്പ് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കണ്ടില്ലേ, എല്ലാവർക്കും മാപ്പ്. ആർക്കാണ് അവിടുന്ന് മാപ്പ് കൊടുക്കാത്തത്? മക്കം ഫതഹിൻ്റെ അന്ന് എത്ര വിശാലമായ മാപ്പാണ് അവിടുന്ന് കൊടുത്തത്. അതാണ് കഫുൽ അതാ വഹ്തിമാലുൽ അതാ. ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സഹിക്കണം, ആരെയും നമ്മളായി ബുദ്ധിമുട്ടിക്കരുത്. അതുപോലെ കൽമുൽ ഗൈൽ, ദേഷ്യം പിടിക്കരുത്. ഇതാണ് സൽസ്വഭാവത്തിൻ്റെ അടയാളമെന്ന് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുകാരോട് നല്ല സ്വഭാവമായിരിക്കണം, നാട്ടുകാരോടാവണം, സുഹൃത്തുക്കളോടാവണം. ഈ ട്രോളുക, കളിയാക്കുക, അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത വൃത്തികേടുകളാണ്. അതിലൊന്നും നമ്മൾ പെടരുത്. ഒരു നായയെ പോലും, നായയുടെ കുട്ടിനെ പോലും നായയുടെ മോനെ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട്. അത്രയും വൃത്തി കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇസ്ലാം പറയണത്. ഒരാൾ നമുക്കൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഇടപെടേണ്ട രീതി ഇസ്ലാം എങ്ങനെ പറയണമെന്ന് അറിയോ? ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന കോളേജ് കുട്ടികളൊക്കെ ഒന്ന് കേൾക്കണം മക്കളെ. പുതിയ ടിക്ടോക്കിൽ പെട്ടിട്ട് നിങ്ങൾ അതവില്ലാത്ത മക്കളാവരുത്. എന്തേ? നമ്മൾ വളരെ അച്ചടക്കത്തോടായിരിക്കും. ലൗഡിൽ സംസാരിക്കുമ്പോൾ സഹയാത്രികർക്ക് വിഷമാവൊന്ന് നോക്കണം.
പാട്ട് കേൾക്കുമ്പോൾ നീ ഹെഡ്സെറ്റ് ഇട്ടിട്ട് കേട്ടോ, ഹറാമല്ലാത്ത പാട്ടൊക്കെ കേട്ടോളി. അതെല്ലാവർക്കും കേൾപ്പിക്കണോ? വേണ്ട. കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. വുളു എടുക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ എന്താ? നമ്മൾ വെള്ളം കോരുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് വെള്ളം തെറിക്കരുത്. ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് പറയുന്നതെങ്കിലും ഞാൻ ഇതുവരെ കേൾക്കാത്ത പോലെ കേട്ടു കൊടുക്കണം എന്ന ഇസ്ലാമിൻ്റെ നിലപാട്. കണ്ടില്ലേ? അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെല്ലാം ഹദീസിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്താക്കും? ആ ഹദീസ് കേട്ടുകൊടുക്കും. എങ്ങനെയാണ് ഞാൻ ഹദീസ് കേട്ടുകൊടുക്കുക? ഇതുവരെ ആ ഹദീസ് കേൾക്കാത്ത പോലെ കേട്ടുകൊടുക്കും. യഥാർത്ഥത്തിൽ വാവു ഹാലി, യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ പറയുന്ന ഹദീസ് ആ മോന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ഹദീസ് പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ആ ഹദീസ് ഇതുവരെ കേൾക്കാത്ത പോലെ കേട്ടുകൊടുക്കും. അദബ് എന്ന് പറയും അതിന്, അദബ് എന്ന് പറയും. അതാണ് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു ഉമ്മാനോട് വർത്താനം പറയുമ്പോൾ നല്ല അദബോടെ സംസാരിക്കുള്ളൂ. ഉമ്മ എന്തെങ്കിലും പറയുമ്പോൾ ആ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് ഉമ്മ ഓക്കെ. ഉമ്മ പോയ പെങ്ങളോടേക്കും എന്താ ഉമ്മ പറഞ്ഞ? ഇക്കാക്കൊന്നും കേട്ടിട്ടില്ലേ? ഇല്ല. പിന്നെ ആ നല്ല പറഞ്ഞതോ? അത് എന്തേന്ന് വെച്ചാൽ ഉമ്മ ഒന്നുകൂടി പറയേണ്ടി വരും. പിന്നെ കുറച്ച് ഒച്ചത്തിൽ ആന്ന് പറഞ്ഞ സൗണ്ട് കൂടി പോകുമെന്ന് പേടി. കണ്ട അഥവാണത്. അതാണ് ഒച്ചത്തിൽ പറയോ ഒന്ന് എന്ന് ഉമ്മനോട് പറയാൻ പാടില്ല. ഉമ്മനേക്കാൾ ശബ്ദം ഉയർന്നു പോയാൽ അപകടമാണ്. ചില തെറ്റെങ്ങനെയാണ്? ഒരു ഹറാമിൽ ഒതുങ്ങൂല, അത് ജീവിതത്തിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാവും. മദീനയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ അദബ് കാണിച്ചാൽ ഒരു ഹറാമിൽ ഒതുങ്ങോ? ഇല്ല. ഇപ്പം ചില ആൾക്കാർ മദീനയിൽ ലൈവ് ഇടാനായിട്ട് പോക്കാം. മദീന അങ്ങനെ വേറെന്തിനെങ്കിലും പോകണ്ടല്ല. മൻജാഅനി സായിറൻ ലാ തുഅ്മിലുഹു ഹാജത്തുൻ ഇല്ലാ സിയാറത്തി കുന്തു ലഹു ഷഫീഅനി യൗമൽ ഖിയാമ. അതാണ് നമ്മുടെ ചിന്ത വേണ്ടത്. മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും ജന്നത്തുൽ ബഖീലും ഒക്കെ പോകാം എന്ന് ചിന്തിച്ചാൽ ആ മദീന സിയാറത്തിൻ്റെ കൂലിക്ക് വല്ല കളങ്കവും വരുമോ? നവൈമാം പറഞ്ഞു ഇല്ലപ്പ, അതൊക്കെ അതിനോട് ചേർന്ന് റിലേറ്റഡായ കാര്യമല്ലേ അല്ലേ? ഇലാഹിലൊക്കെ ചർച്ചയുണ്ടല്ലോ. പക്ഷേ ഇബ്നുൽ ഹുമാമ തങ്ങൾ കയറി ഇടപെട്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നുണ്ട്, എന്നാലും റൗള മാത്രം ചിന്തിച്ചാൽ മതി. തിരൂര് വരുമ്പോൾ മമ്പുറത്തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതും മമ്പുറത്തേക്കായിട്ട് വരുന്നത് അത് രണ്ടും രണ്ടെണ്ണല്ലേ? തറപ്പല്ലേ? അത് രണ്ടും രണ്ടെണ്ണല്ലേ? നല്ല അദബുണ്ടാവണം നമുക്ക്. അദബാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം. അതുകൊണ്ടല്ലേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നോക്ക്. ഉമ്മാക്ക് നമ്മൾ ചെയ്തു കൊടുത്ത് ഒരനുഗ്രഹം പോലും ഉമ്മാനോട് പറയാൻ പാടില്ല. ഉമ്മാനോടും അല്ല വേറെ ആരോടും പറയരുത്. ഞാൻ ഉമ്മാക്ക് നല്ലോണം പൈസ കൊടുക്കാറുണ്ട് സുഹൃത്തുക്കളോടും പറയരുത്. എന്തൊരു നാണക്കേടാത്. ചില ആൾക്കാരങ്ങനെ പറയും, ഉമ്മാനോട് തന്നെ പറയും. ഉമ്മ എന്തീ പറയുന്നത്? 5000 രൂപ ഞാനെന്താ പൈസ ഇവിടെ പറിക്കുന്നുണ്ടോ? ഉമ്മ ഞാനല്ലേ കഴിഞ്ഞ ആഴ്ച 5000 തന്നെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഒരു അദബുകേട് എന്നല്ല, അത് ഭയങ്കര അപകട ജീവിതത്തിൽ. അതിൻ്റെ സീക്വൻസ് നിന്റെ ജീവിതത്തിൽ കാണും. അത് വലിയ പ്രശ്നമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നതാണ്. പെൺകുട്ടികൾ പറയും ചിലപ്പോൾ, ഉമ്മ ഇനി ഇത്താത്തനോട് പറയും ഞാൻ കിച്ചനും സെൻട്രൽ ഹാളും ഞാൻ അടിച്ചു വരിയില്ലേ, ബാക്കി ഇത്താത്തിനോട് പറയും എനിക്ക് ആ സേവൻ്റെ പ്രൊജക്റ്റ് ഇല്ലേ. എടി നീ അങ്ങനെയൊന്നും പറയരുത്. എന്താ മോള് പറയണത്? നമ്മൾ ചെയ്ത ഒരു കാര്യം ഉമ്മാനോട് എടുത്തു പറയാൻ പാടില്ല എന്നാണ്. അതേസമയത്ത് ഉമ്മാക്കും ഉമ്മാക്കും മക്കൾക്ക് വേണ്ടി ചെയ്തെല്ലാം പറയാം. അത് മഞ്ഞിൽ പെടൂല, ആ സ്വതക്ക ബാത്തിലാവില്ല എന്ന് കിതാബുകൾ വിശദീകരിക്കുന്നുണ്ട്. ധാരാളമായി ഏരിയ സംസാരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോവല്ല. ഒരാൾ വിജയിച്ചതിൻ്റെ 4ാമത്തെ അടയാളം എന്താ? 4ാമത്തെ അടയാളം സമയത്തെ കൃത്യമായി ഉപയോഗിക്കുന്ന ആളായിരിക്കും അയാൾ. ഒരു സമയം ജീവിതത്തിൽ കളയാത്ത സ്വഭാവം അയാൾക്ക്. എല്ലാ സെക്കൻഡിലും എന്തെങ്കിലും ആഖിറത്തിൽ ഉപകാരമുള്ള കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ഏരിയയും കൂടിയാണത്. അധിക ആൾക്കാരും +2 പൊട്ടൽ അക്കൗണ്ടൻസിക്കോ ബിസിനസ് സ്റ്റഡിക്കോ അല്ലെങ്കിൽ എക്കണോമിക്സിനൊക്കെയാണ്. എന്ന പോലെ അധിക ആളും ആഖിറത്തിൽ പൊട്ടൽ അസ്സിഹത്തു വൽ ഫറാഗ്, യുവത്വകാലത്തെ പൊട്ടം കളിയും സമയം ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് 12:35. അതാ കാരണം. അധിക ആളും പൊട്ടൽ ഈ 2 കാരണമാണ്. നിയമത്താനി മഖ്ബൂനുൻ
ഫീഹിമാ കസീറും മിനന്നാസ്. ഇതെന്തിനാ റസൂൽ നമുക്ക് പറഞ്ഞത്? നമ്മൾ പരാജയപ്പെടാനല്ല, ജയിക്കാൻ പറഞ്ഞേരേന്ന്. ടഫ് ക്വസ്റ്റ്യൻ ഏതല്ലാന്ന് അവിടുന്ന് ഏതെല്ലാം ചോദിക്കൽ കറക്റ്റ് പറഞ്ഞ് നമ്മളോട് സ്നേഹം കൊണ്ടാകും. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് നന്നായി എന്ന് പറയണമെങ്കിൽ സമയം കളയാതിരിക്കണം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. സമയം കളയാതിരിക്കണം. സക്കരിയ അൻസ്വാരി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ ഒരു കിതാബ് എടുത്തു കൊടുക്കും. നവമാമിനൊക്കെ കാണാം അങ്ങനെ. ഇബ്നു ഹജറങ്ങളുടെ സ്വന്തം ചരിത്രം വിശദീകരിക്കുന്ന സബത്തൊന്ന് മുത്താലി ചെയ്താൽ തന്നെ നമ്മൾ അങ്ങ് തകിടം മറന്നോളൂ. ഇങ്ങനെ കിതാബ് കൊടുക്കും. കണ്ട ആൾ വന്ന ആൾ വിസിറ്റർ കിതാബ് മനസ്സിലാകുന്ന ആളാണെങ്കിൽ കിതാബ് നോക്കിയിട്ട് അവിടെ ഇരുന്ന മഹാനും കൂലി കിട്ടുമല്ല. ഇല്ലെങ്കിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രം ഒരാൾക്ക് കൊടുത്തിട്ട് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ചിത്രം നോക്കിയിട്ട് പോകുന്ന പോലെ അയാൾ പോകുമല്ല. അങ്ങനെ പോകും. നൂറുലൊലമ MA ഉസ്താദിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ആവശ്യം പറഞ്ഞാൽ ഉടനെ MA ഉസ്താദ് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും വേറൊന്നുമില്ലല്ലോ, അതിൻ്റെ അർത്ഥം പോയി തരോന്നാണ്. അങ്ങനെ ജീവിച്ചിരിപ്പുള്ള ഒരാളാണ് ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവുസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സമയം, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ. സമയവും തിരമാലയും ആരെയും കാത്തിരിക്കൂല, ആരെയും കാത്തിരിക്കൂല. നമ്മൾ സമയം കളയരുത്. ആഖിറത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കൽ സമയം കളണ വിഷയം നോക്കുമ്പോഴാണ്. കാലിപ്പെട്ടി കാണും, കുറേ കാലിപ്പെട്ടി. ഹറാമ് ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ സ്റ്റാറ്റസ് നോക്കി, എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കി അങ്ങനെ ഉണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. അതിലിങ്ങനെ എൻഗേജ്ഡ് ആയ ആൾക്കാർ. യഥാർത്ഥത്തിൽ ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലാൻ 2 സെക്കൻഡേ വേണ്ടു. നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയേ, ശരി തന്നെ നോക്കിയേ. സുബ്ഹാനല്ലാഹി 2 സെക്കൻഡ്. ഒരാളെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ 15 തസ്ബീഹ് അല്ല, ഈ തസ്ബീഹ് അല്ല സ്വർഗത്തിൽ ഒരു മരം കിട്ടുന്ന മലക്കൾ. ഓരോരാൾ തസ്ബീഹ് ചൊല്ലും ഇങ്ങനെ നട്ട് വെച്ച് 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 ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മലക്കൾ ഈ മരം നടുന്നത് നിർത്തും. ജൂൺ 5 കഴിഞ്ഞോണ്ടല്ല, മരം നടുന്നത് നിർത്തും പെട്ടെന്ന്. അപ്പോൾ ബാക്കി മലക്കളൊക്കെ നിങ്ങളെന്താ നിർത്തിയെന്ന്? നമ്മളെ ചങ്ങായി നിർത്തി, അവിടെ ഞാനും നിർത്തി. മുല്ലാലിൽ ഖാരി തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിക്റിന് ഒരു മരം, 2 ജില്ല 2 മരം, 3 ജില്ല 3 മരം. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സ്വർഗത്തിലെത്തുന്നു. സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നരകത്തിൽ കടത്തിയിട്ട് വീടിൻ്റെ വാടക കൊടുത്തേക്കല? അല്ല, ഈമാനോടെ മരിക്കും, സ്വർഗത്തിലെത്തും, അതൊക്കെയാണ് അർത്ഥം. അത് സൂചനയാണ് സ്വർഗത്തിലെത്തും എന്നുള്ളതിൻ്റെ. ഈ ദിക്റിനെ വിശദീകരിക്കുമ്പോൾ ഹിഫ്ലുൽ ഉംറിൽ ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിക്ക് സ്വർഗത്തിൽ പോകാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ എങ്ങനെയാ മോനെ നീ സമയം കളയുന്നത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 100 ആളെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ 100 × 30 സെക്കൻഡ്. ഒന്ന് കണക്കൂട്ടി നോക്കിയേ. തിരൂരേക്ക് നമ്മൾ ട്രെയിനിന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ട്രെയിനിൻ്റെ ടൈം വേർ ഇസ് മൈ ട്രെയിൻ ആപ്പിൽ നോക്കുമ്പോൾ നോ ഡിലേ കാണിക്കണം. അല്ലാൻ്റെ റബ്ബേ, ഡിലേ ഇല്ല, ട്രെയിൻ കിട്ടോ ഇല്ലയോ. അപ്പോഴാ പെട്ടെന്ന് ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് അവിടെ ലേറ്റ് വന്നു. അപ്പോൾ ഇപ്പുറത്തുനിന്ന് അതിൻ്റെ കൗണ്ടർ ഡൗൺ കാണിക്കുന്നുണ്ട്. 30 സെക്കൻഡ്, 29, 28, 20. എന്താ ഈ 30 സെക്കൻഡിന് ഭയങ്കര വിലയുണ്ടല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് നോക്കുമ്പോഴോ എല്ലാവരും നമ്മളെ ദർസ് വാർഷികത്തിൻ്റെ പരസ്യം തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടായില്ല, എന്നാലും എല്ലാവരെയും നോക്കും. എന്തിനാ നീ നോക്കും? നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധം വേണ്ടേ? ഇല്ലേ? വേണ്ടേ? ഒരാൾ മരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയാലും അത് തന്നെ, ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരുമോ? എല്ലാവർക്കും വേണ്ടത് സമയം. ഏത് സമയം? ലാസ്റ്റ് സീൻ ടുഡേ 11:38. അത് ആ സമയം, ആ കളഞ്ഞു കുളിച്ച സമയം ആഖിറത്തിൽ ചോദിക്കും അത്ര. ഇനി ഒരാൾ നരകത്തിലെത്തിയാൽ അയാൾ എന്താ ചോദിക്കല്? റബ്ബനാ അഖ്രിജ്നാ, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് അയക്കോന്ന്. എന്തിനാ? നഅമൽ സ്വാലിഹാ, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാമെന്ന്. അത് വെറുതെ അല്ല. ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ടത്തെ പൊട്ടം കളിയൊന്നും ഞാൻ കളിക്കൂല. എനിക്ക് കുറച്ചൊന്നും 1 മണിക്കൂറൊന്നും തരാൻ വകുപ്പില്ല. എന്നാൽ അരമണിക്കൂർ, 1 മിനിറ്റ് ഇല്ല, ഇല്ലില്ല, 1/2 സെക്കൻഡ് തരുമെന്ന് വരെ ചോദിക്കും. അജല് കഴിഞ്ഞിട്ട് ഖരീബ് എന്നും കൂടി ഒരു വാക്കുണ്ട്, അതൊന്ന് റൗണ്ട് ഇട്ടിട്ട് പഠിച്ചു നോക്ക്. 1/2 സെക്കൻഡ് കിട്ടുമോ എന്ന് ചോദിക്കും. എന്തിന്? ഒരു അല്ലാന്നെങ്കിലും പറയാൻ കഴിയുമല്ലോ.
അതെന്തേടാ പണ്ടിക്ക് 10-48 വയസ്സുണ്ടായിട്ടില്ലേ, ആ കാലത്ത് നീ എന്താ നന്നാവാതിരുന്നേ? അതാ പെട്ടെന്ന് 48-ാം വയസ്സിലാണല്ലോ കോട്ടക്കൽ നടന്ന ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഓ അങ്ങനെ, ആ നീയാണല്ലേ ആ പോസ്റ്റ്മോർട്ടം? അതെ അതെ പോസ്റ്റ്മോർട്ടം, ആ പാവം. അപ്പോൾ 48-ാം വയസ്സിൽ പെട്ടെന്ന് മരിച്ചോണ്ട് നന്നായിട്ടില്ല. അപ്പോൾ അള്ളാഹിൻ്റെ മറുപടിയെ അവലം എടോ 45 വയസ്സുള്ള ആയിരങ്ങൾ അതാ സ്വർഗത്തിൽ. എനിക്ക് എത്ര കിട്ടിയ? 48. പിന്നെ നേരത്തെ ഒരു പെണ്ണെന്തോ പറഞ്ഞില്ലേ 28-ാം വയസ്സിൽ പെട്ടെന്ന് പ്രസവ സംബന്ധി അന്നേരം മരിച്ചതല്ലേ. 20 വയസ്സുള്ള പെൺകുട്ടികൾ അതാ സ്വർഗത്തിൽ. അവര് നന്നായ അതേ പ്രായം നിനക്കും ഞാൻ തന്നിട്ടില്ലടോ. ഇതിന്റെ തലമുടി നരച്ചു തുടങ്ങിയിട്ടില്ലേ? ഇല്ലേ? വയല് കേട്ടിട്ടില്ലേ? എന്നിട്ടൊന്നും മാറ്റമില്ലല്ല, കിടക്കും അവിടെ. 1 സെക്കൻഡും ഇല്ല, 1/2 സെക്കൻഡും ഇല്ല. ലാസ്റ്റ് സീൻ ടുഡേ 12/6. മക്കളെ ജാഗ്രത. അന്ന് ടെൻഷൻ അടിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. പിന്നീട് നന്നാവാന്ന് ചിന്തിക്കുന്നത് ശുദ്ധ അസംബന്ധ. പിന്നീട് എന്ത് പിന്നീട് റജവിലമ്മ ഉണ്ടാവുമോ? നമ്മൾ എപ്പോഴാ മരണപ്പെടുക എന്ന് നമുക്കറിയോ? ആഷ എന്ന പേരുള്ള ഒരാൾ മക്കത്തു നിന്ന് മദീനത്തേക്ക് എത്തിയിട്ട് നന്നാവണം, ഇസ്ലാം സ്വീകരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് പോകുമ്പോൾ ശത്രുക്കൾ പിടിച്ചിട്ട് വെച്ച് എവിടെ പോവാ? നന്നാവാൻ. അത് നടക്കൂല, ഞാൻ പോവാണ്. എനിക്ക് ഈ ഉച്ചനീചത്വത്തിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ നീന്തി കളിച്ചിട്ട് എനിക്ക് മതിയായി ഈ ജീവിതമൊക്കെ അടിച്ചുപൊളി. ഈ ലിബറലിസവും അടിച്ചുപൊളിയും വൃത്തികെട്ട ഡ്രഗ്സും സെക്സൊക്കെ അനുഭവിച്ച് ഒരു കാലം കഴിഞ്ഞ മടുക്കൂ. കാരണം ഇത് കുടിച്ച് ഒരു പെണ്ണിനെ ഇനി എന്താ വേണ്ടി? തീർന്നല്ല. ഇനി എന്താ വേണ്ടത്? തീർന്നില്ലേ? യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഇസ്ലാമിൻ്റേത് തസവുഫിൻ്റെതാ. കാരണം ആധ്യാത്മികതയല്ലാതെ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നറിയാം. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. CB തോമസ് എന്ന IPS ഉദ്യോഗസ്ഥൻ്റെ DC പ്രസിദ്ധീകരിച്ച മലയാളി ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കൂ. ആരാ കൂടുതൽ ആത്മഹത്യ ചെയ്യണത്? വിദ്യാഭ്യാസ വിദഗ്ധന്മാർ തന്നെയാണ്. സൈക്കോളജിക്ക് വീജാവാപ്പം നൽകിയവരും മനഃശാസ്ത്രത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയവരുടെയും ജീവിതത്തിൻ്റെ പര്യവസാനം ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആത്മീയത കിട്ടണം എന്ന് ചിന്തിച്ചിട്ട്, നന്നാവണം എന്നാഗ്രഹിച്ചിട്ട് ആശ എന്ന പേരുള്ള ആൾ നന്നാവും വന്നു. ശത്രുക്കൾ പറഞ്ഞതാ അവിടെ പോയാൽ ഭയങ്കര കൺട്രോളാടാ. അങ്ങനെ ചിലപ്പോൾ ഹിജാബ് ഇട്ട പെണ്ണിനോട് ചിലപ്പോൾ ക്യാമ്പസ് എന്ന് പറയും, ഇല്ല അടിച്ചു പൊളിക്കാൻ വേണ്ടി, തിമിർത്താടാൻ വേണ്ടി, ഹോളി ആഘോഷിക്കാനൊക്കെ പറയും. ആശ പറഞ്ഞു എനിക്കവിടെ പോകണം, നന്നാവണം. അവിടെ പോയാൽ ഒറ്റ ആളെ ആരാധിക്കാൻ പറ്റൂ, അതന്നെ ശരിയും. അവിടെ പോയാൽ പിന്നെ വ്യഭിചരിക്കാൻ കഴിയില്ല, അടിച്ചുപൊളി ജീവിതം. അല്ലെങ്കിലും ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും വ്യഭിചാരം തെറ്റന്നല്ലേ? വേറൊരു പെണ്ണിൻ്റെ അടുത്ത് ഒരു സുഖിക്കുക, അയ്യേ നാണക്കേട്, വൃത്തികേട്. ഇയാളെ എങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് ഇട്ടു. അവിടെ പോയാൽ കുടിക്കാൻ കഴിയില്ലടാ, കുടിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ആശ പറഞ്ഞു ഓ അങ്ങനെ ഉണ്ടല്ലേ, എന്നൊരു കാര്യം ചെയ്യാം, 1 കൊല്ലം ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ, 1 കൊല്ലം എന്ത് ചെയ്യുക, അടിച്ചു കുടിച്ച് തീർക്കുക. അടുത്ത കൊല്ലം എന്ത് ചെയ്യുക, തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് ഒന്ന് നന്നാവാം. അങ്ങനെ അടിച്ച് തിമിർത്താടാനുള്ള ജീവിതത്തിൻ്റെ സ്വപ്നവും കണ്ട് ആശ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയെ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു മരണപ്പെട്ടു. തഫ്സീർ ഖുർത്തുബി. പിന്നീട് നന്നാവാം എന്ന ചിന്ത ഇബ്ലീസിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയതിൻ്റെ അടയാളമാണ്. ഞാൻ നന്നാവും പിന്നീടല്ല, നൗ, ഇന്ന്. നാളെ നമുക്കൊരു ജീവിതം ഉണ്ടോയെന്ന് അറിയില്ല. ഉറക്കത്തിൽ മരണപ്പെട്ട എത്ര പേരുണ്ട്? ബൈക്കിലൂടെ പോകുമ്പോൾ ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള പഴുത്ത ചക്ക പ്ലാവിൽ നിന്ന് വീണ് മരിച്ചിട്ടില്ലേ? അല്ല ഒരു കണക്കാക്കിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒറ്റ സമയം കളയൂല എന്നങ്ങ് പ്രതിജ്ഞ എടുക്കണം. അതാ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എത്ര ഇബാദത്ത് നമുക്ക് ചെയ്യാം. ആയുസ് ശരിക്കും വർദ്ധിക്കും തോറും അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം കൂടുകയാണെന്ന ഖത്താദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കണത്. ദീർഘായുസ് കിട്ടും തോറും നമുക്ക് പേടി വേണമെന്ന. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് നന്മകൾ ധാരാളം ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ.
ഓരോ സെക്കൻഡിലും എന്തെങ്കിലും ഒരു ഇബാദത്ത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആഖിറത്തിൽ പോയിട്ട് ഇങ്ങനെ പറയാൻ ഒരവസരം ഉണ്ടാവോ? അള്ളാഹു എനിക്ക് എന്താ ചൊല്ലേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനൊന്നും ചൊല്ലാതിരുന്നത്. ഇല്ലല്ലോ, എന്തും ചൊല്ല. സ്വലാത്ത്, ദിക്ർ, ബുർദ, ഖൈറാത്തുകൾ എന്തെല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. എത്രയോ നല്ല ചെറുപ്പക്കാരെ കാണാം, അവരുടെ കയ്യിൽ എപ്പോഴും നല്ലൊരു കൗണ്ടർ ഉണ്ടാവും. ആരും കാണാതെ അവരിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ, മക്കളെ നമുക്ക് നമ്മുടെ ഖബലത്തിൽ കിട്ടാത്ത കാലമാണ്. ഈ കാലത്ത് ആത്മീയമായി അവരെ നന്നാക്കലല്ലാതെ ഭൗതികമായി എത്ര പരിശ്രമിച്ചാലും അവർ നന്നാവണമെന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല വഴിയാണ് സ്വലാത്ത് ചൊല്ലുന്ന മാതാപിതാക്കളുടെ മക്കൾ നന്മയിലേക്കെത്തും. അവർക്ക് ജനിക്കുന്ന മക്കൾ മാത്രമല്ല, അവരുടെ പേരക്കുട്ടികളും നന്മയിലേക്കെത്തുമെന്ന് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മസാലിക്കുൽ ഹുനഫയിൽ കാണാം. സ്വലാത്ത് വർദ്ധിക്കുന്തോറും ഒരാളുടെ ഹൃദയം ശുദ്ധിയാവും. 2 ചുണ്ടിൻ്റെ മേലെ മലക്കുകളുണ്ട്. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇങ്ങനെ അപ്ഡേറ്റഡായി പൊതിന് റൗളയിലേക്ക് കൊണ്ടുപോകും. സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ റൗളയിൽ കൂടുതൽ അയാളെ പരിചയപ്പെടുത്തും. ഇന്ന ഔലന്നാസി ബി മൻസിലൻ വമജ്ലിസൻ ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി. എൻ്റെ അടുത്ത് വീട് കിട്ടുന്നവർ, എൻ്റെ അടുത്ത് സീറ്റ് കിട്ടുന്നവർ, എന്നോട് കൂടുതൽ അടുപ്പമുള്ളവർ, കൂടുതൽ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ അഹ്മദുസ്സവാവി തങ്ങൾ എല്ലാ ദിവസവും 40,000 സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്. 3 ദിവസം കഴിയുമ്പോൾ 1,00,000 കഴിയുന്നു. അവരുടെ 1 മാസം കഴിയുമ്പോൾ കോടിക്കണക്കിന് സ്വലാത്താണ്. അവരൊക്കെ ജീവിതത്തിൽ കോടിക്കണക്കിന് സ്വലാത്തുമായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, എൻ്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഒരു 10 സ്വലാത്തെങ്കിലും ഡെയിലി നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ നമുക്ക് കൈപിടിക്കാൻ ആരുമില്ല. രാവിലെയും വൈകുന്നേരവും ഒരാൾ 10 വീതം സ്വലാത്ത് ചൊല്ലിയാൽ കുന്തു ലഹു ഷഫീഅൻ യൗമൽ ഖിയാമ, ഞാൻ അവന് ശുപാർശകനായി അന്ത്യനാളിൽ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് അവിടുത്തെ ഹദീസ് ഇമാം ത്വബറാനി തങ്ങൾ ഉദ്ധരിക്കുന്നു. 2 ഇസ്നാദിൽ 1 സനദ് ജയ്യിദാണെന്ന്. അദ്ദുറുൽ മൻലൂദ് ഫിസ്സലാത്തി വസ്സലാമി അലാ സ്വാഹിബി മഖാമിൽ മഹ്മൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഹജർ തങ്ങളുടെ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നു. നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ വസീല അവിടുന്ന് മാത്രമാണ്. അതല്ലേ കിതാബുകൾ ഉദ്ധരിച്ചത്. ജലാഉൽ അഫാം അടക്കം പറഞ്ഞില്ലേ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും സ്വലാത്ത് ഒരാൾ ചൊല്ലിയാലും റസൂലുള്ളാഹിനോടുള്ള കടപ്പാട് തീരൂല. ഒരാളുടെ ജീവിതത്തിലെ എല്ലാ ശ്വാസത്തിലും സ്വലാത്ത് ചൊല്ലി, ഓരോ ശ്വാസം വിടുമ്പോഴും അയാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും ഹബീബായ തങ്ങളോടുള്ള കടപ്പാട് തീരൂല. അത്രമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അയാളെ ഇഷ്ടപ്പെട്ടു, അള്ള ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമായി ഇമാമീങ്ങൾ എഴുതി വെക്കുന്നത് കാണാം. അയാളുടെ നാവിന് സ്വലാത്ത് ചെല്ലാൻ വല്ലാത്ത എളുപ്പമായിരിക്കും. അത് അള്ള ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. ഇല്ലെങ്കിൽ 4 സ്വലാത്ത് ചൊല്ലുമ്പോൾ വാട്സപ്പ് മെസ്സേജിലാണ്, പിന്നെ ഫോൺ കോളുകളാണ്.
ഉസ്താദേ 100 കണക്കിന് സ്വലാത്ത് ചെല്ലാൻ എനിക്ക് അവസരമുണ്ട്, പക്ഷേ 2-3 ചൊല്ലുമ്പോഴേക്ക് എന്തെങ്കിലും തടസ്സം വരുന്നു എന്നാണ് പരാതിയെങ്കിൽ പേടിച്ചോ മോനെ, അല്ല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ നാവിന് അവിടുത്തെ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അല്ല എളുപ്പമാക്കി കൊടുക്കും. ആ കാര്യം അബുല്ലൈസു സമർക്കന്ദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ തീരെ ചിരിക്കാത്ത ആളാണ് റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു. ചിരിക്കാത്തതിൻ്റെ കാരണം എനിക്ക് മരണശേഷം സ്വർഗ്ഗമാണോ നരകാണോ എന്ന് അറിയാത്തോണ്ടാണ്. അവസാനം മഹാനവറുകൾ വഫാത്തായി കുളിപ്പിക്കുന്ന ആൾ പറയുന്നുണ്ട്, മഹാൻ നല്ലവണ്ണം ചിരിക്കുന്നു. അവസാനം മഹാന്റെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് ആർക്കും എടുക്കാൻ തോന്നില്ല, അത്രയും പ്രകാശിക്കുന്ന മുഖം. അപ്പോഴാണ് മഹാന്റെ ഭാഗത്തുനിന്ന് ഒരു അശരീരി വരുന്നു, നിങ്ങൾ എന്താ എന്നെ ഇവിടെ തന്നെ കിടത്താണോ? ഖദ്ദിമൂനി ഇലാ ഖബരി, വേഗം എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകൂ. കാരണം വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളുർനി ഫീ ഖബരി, എൻ്റെ റസൂലുള്ള എന്നെ ഖബറിൽ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഖബറിൽ ആരാ കാത്തിരിക്കുക? നമുക്കും അങ്ങനെ ഒരു കാത്തിരിപ്പ് വേണം. നബിതങ്ങൾ നമ്മുടെ ഖബറിൽ വരാൻ ഇമാം സുയൂത്തി തങ്ങൾ പഠിപ്പിച്ച സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദർ അൽ അളീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഒരു 10 തവണയെങ്കിലും ചൊല്ലിയാൽ രാത്രി മുഴുവനും ഇബാദത്തെടുത്ത കൂലി. അയാളുടെ ജനാസ എടുക്കുമ്പോഴോ ഖബറിൽ താഴ്ത്തുമ്പോഴോ ചോദ്യോത്തര വേളയിലോ തങ്ങളവിടെ ഹാളറാകുമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. അള്ളാഹു ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ നമുക്കേവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ, കോടിക്കണക്കിന് സ്വലാത്ത് റൗളൻ്റെ മുറ്റത്തിങ്ങനെ പെരുമഴ പെയ്യിപ്പിക്കണ ദിവസമാണ്. ആ രാത്രിയാണ്. ഈ ദിവസത്തിന് ദുആഇന് ഇജാബത്തുള്ള ലൈലത്താണ്. ഇവിടെയാണ് നമ്മൾ ബുർദ ചൊല്ലി ദുആ ചെയ്യാൻ പോകുന്നത്. ബുർദ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്ത വലിയ മദ്ഹാണ്. അള്ളാഹു അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെ ഒക്കെ നന്നാക്കുമാറാവട്ടെ. നിങ്ങളെല്ലാം ദുആയിൽ ഉണ്ടാവണമെന്ന വസിയത്തോടെ എൻ്റെ സംസാരം നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.